ഞാൻ ചോദിച്ചിട്ട് അള്ളാഹു തരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അത് നമ്മുടെ ആവശ്യത്തിൽ നിന്ന് അള്ളാഹുവിനെ കണ്ടെത്താണ്. അത് ഭീമമായ തെറ്റാണ്. ഞാൻ പറഞ്ഞിട്ടും എത്ര കേണിട്ടും എൻ്റെ രോഗം മാറുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. എന്തുകൊണ്ട്? നമ്മിൽ നിന്ന് അള്ളാഹുവിലേക്ക് ചിന്തിക്കണം. അത് തെറ്റാണ്. ഉള്ള കാലത്തോളം നന്നാവില്ല. ഞാൻ പറഞ്ഞിട്ടെന്താ, എനിക്കൊരു വീടുണ്ടാവുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ആദ്യം അള്ളാഹു ആര് എന്ന് പഠിക്കുക. ശ്രദ്ധിക്കണുണ്ടോ? ഇത് തലയൊക്കെ കയറ്റിയിട്ട് പഠിക്കണം. നമ്മൾ എക്കാലം വരെ പഠിച്ചത്, ചിന്തിച്ചത്, ഞാൻ എന്ത് പറഞ്ഞിട്ടും അള്ളാഹുത്തല അത് കേട്ടില്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നുകൂടി പറയണം. ചില വിഷയങ്ങൾ ഭൂമിയിൽ നിന്ന് മേലേക്ക് പോകേണ്ടതാണ്. ചില വിഷയങ്ങൾ മേലെന്ന് താഴത്തേക്ക് വരേണ്ടത്. മനസ്സിലായോ? ചിന്തിക്കണം. ഇത് നമ്മൾ മേലെന്ന് താഴത്തേക്ക് വരേണ്ടതാണ്. ആദ്യം അള്ളാഹു ആര് എന്ന് പഠിക്കണം. അള്ളാഹു ആരെന്ന് പഠിക്കണം. അതാണ് പഠിപ്പ്. അള്ളാഹു ആരാ? അവന് ഏറെ ധർമ്മം കൊടുക്കുന്നവനാണ്. അവൻ ഏറെ സ്നേഹിയാണ്. അവൻ ഏറെ കരുണയുള്ളവനാണ്. അവനെ ഏറെ സഹായിയാണ്. അവന് ഏറെ കൃപയുള്ളവനാണ്. എല്ലാം ഏറെ ഏറെ ഉള്ളവനാണല്ലോ. നമുക്ക് ലുബ്ധത ഉണ്ടാവും. രണ്ട് കാരണങ്ങളുണ്ട് ലുബ്ധത ഉണ്ടാവാൻ. നമ്മുടെ കയ്യിൽ എണ്ണിച്ചുട്ടരേ ഉള്ളൂ. അപ്പോഴോ സ്വാഭാവികമായി ലുബ്ധത ഉണ്ടാവും. രണ്ട്, തീരുന്നതിനെ നമുക്ക് പേടിയുണ്ടാവും, ലുബ്ധത ഉണ്ട്. മൂന്ന്, നമുക്കൊരു അനിഷ്ടം ഉണ്ടാവും. അതായത് ഞാനും നീയും കൂടെ എന്ത് ചെയ്തു? ഞാനും നീയും കൂടെ ഇവിടുന്ന് മദ്രാസ് പോയി എന്ന് സങ്കല്പിക്കുക. എന്താ നിന്റെ പേര്? മുബഷിറൻ. ഞാനും മുബഷിറും കൂടെ മദ്രാസിൽ പോയി ഒന്നിച്ച് ടിക്കറ്റ് ചെയ്തെടുത്ത് ട്രെയിനിൽ കയറി 5 മണിന്റെ മദ്രാസ് മെയിലിൽ നമ്മൾ രണ്ടാളും യാത്ര തുടങ്ങി. നമ്മൾ രണ്ടാളും ഒരു ആവശ്യത്തിനാണ് പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ആവശ്യത്തിനാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ രണ്ടാളും ആവശ്യത്തിനാണ്. ടിക്കറ്റ് ചെയ്തെടുത്ത്. എനിക്കൊരു ആവശ്യമുണ്ട്, എന്നോട് ടിക്കറ്റ് ചെയ്തെടുത്ത്. പിന്നെയോ ട്രെയിനിൽ വന്ന ചായയും കടിയും ഒക്കെ പൈസ എന്നെ കൊടുത്തു. അവിടെ ഇറങ്ങി ഓട്ടോറിക്ഷ, ലോഡ്ജിലെ ഹോട്ടലിലേക്കുള്ള ഓട്ടോറിക്ഷ, അതിൻ്റെ പൈസ കൊടുത്തു. റിസപ്ഷനിൽ എഴുതി ഒപ്പിട്ട് 1500 അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു, അതും ചെയ്യാൻ കൊടുത്തു. പിന്നെ ചോറും ചായ ഒക്കെ എന്നെ കൊടുത്തു. രാത്രി നാസ്തക്കം പുറത്തു പോയി, അതിൻ്റെ പൈസ ചെയ്യാൻ കൊടുത്തു. എല്ലാം ചെയ്യാൻ കൊടുത്തു. ഒരു ആവശ്യം നേടാനുള്ള ഓഫീസിലേക്ക് പോകേണ്ട ഓട്ടോറിക്ഷൻ്റെ പൈസ അതും ചെയ്യാൻ കൊടുത്തു. എല്ലാം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും. ഇന്ത്യ ആവശ്യമുണ്ടായി, എന്നിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഏകദേശം എൻ്റെ കയ്യിലുള്ള പൈസ തീരാൻ. ഇവിടുന്ന് പോകുമ്പോൾ നിനക്കൊരു കണക്കൂട്ടലുണ്ടാവും. എന്ത്? 1000 റുപ്യ കയ്യിൽ പിടിക്കാം, ഉസ്താദിൻ്റെ ആവശ്യമാണല്ലോ, ഉസ്താദിൻ്റെ അടുത്തും പൈസ ഇല്ലാതിരിക്കൂല. ഞാനാകട്ടെ 10 ചിലവാക്കിയതുമില്ല. എൻ്റെ ഏകദേശം 4000 കഴിഞ്ഞു. റിട്ടേൺ ടിക്കറ്റ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഉണ്ടല്ലോ എന്തെങ്കിലും ചായൻ്റെ പൈസ മറ്റും. കോഴിക്കോട് ഇറങ്ങിയാൽ കുട്ടിയൊക്കെ എന്തെങ്കിലും അലുവ മിഠായിയോ വാങ്ങി, അതും അതിൻ്റെ പൈസ എൻ്റെ കയ്യിൽ ബാക്കി വേണമല്ലോ. ഞാൻ ചിലവാക്കണ പരിപാടിയില്ല. അപ്പൊ സ്വാഭാവികമായും നിനക്ക് എന്നോട് ദേഷ്യം. എന്തുകൊണ്ട്? എൻ്റെ ലുബ്ധതയിൽ നിനക്കും അവിടെ ലുബ്ധത ഉണ്ട്, ചെറിയത്. നീ വല്ല സഹിയ, എന്നാൽ നിനക്ക് ചെറിയ ലുബ്ധത വന്നു. എന്തുകൊണ്ടാണ് നിനക്ക്? ഇങ്ങനെ 1000 റുപ്യ ബാക്കിയുള്ളൂ, 4000 കഴിഞ്ഞു. പിറ്റേന്ന് ഉച്ചയായപ്പോൾ കാര്യമൊക്കെ നടന്നു, പക്ഷെ 4000 കഴിഞ്ഞ്. ഇനി ആ പെണ്ണുങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങൾ പിന്നെ പൈസ തഞ്ചത്തിൽ കിട്ടുകയാണെങ്കിൽ എനിക്കൊരു നല്ല ലെതറിൻ്റെ ബാഗും കുട്ടികൾക്ക് നല്ല തൊഴിലിടാൻ പറ്റിയ സഞ്ചിയും മറ്റേ കുട്ടികൾക്കുള്ള എന്തൊക്കെ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. തഞ്ചത്തിൽ ലെതർ വെക്കണ ഏരിയയിൽ എത്തുകയും ചെയ്തു. പക്ഷേ നിനക്ക് പൈസ ഇല്ല. 2-4 ലെതറിൻ്റെ ബാഗ് എടുത്ത് നോക്കിയാൽ അതിന് 1-2,000 റുപ്യ കൊടുക്കണം. അതിനൊക്കെ നിനക്ക് കഴിയായിരുന്നു. പക്ഷെ എൻ്റെ ലുബ്ധത കാരണം എൻ്റെ പൈസ കഴിഞ്ഞു.
അവൻ നിനക്ക് സ്വാഭാവികമായും അവൻ്റെ ഭാര്യ പറഞ്ഞ് നടന്നില്ല, ചെറിയ ദേഷ്യം നിനക്ക് തോന്നുന്നു. എന്തുകൊണ്ട്? നിന്റെ കയ്യിൽ എണ്ണിച്ചുട്ടലേ ഉള്ളൂ. അപ്പോൾ ദേഷ്യം നിനക്ക് തോന്നുന്നത് സ്വാഭാവികമാണ്. മനസ്സിലായോ? ചിന്തിക്ക്. ഇതാർക്ക് തോന്നൂല? അള്ളാഹ്ക്ക് തോന്നുന്നത് എങ്ങനെയാ? وَإِن مِّن شَيْءٍ إِلَّا عِندَنَا خَزَائِنُهُ وَمَا نُنَزِّلُهُ إِلَّا بِقَدَرٍ مَّعْلُومٍ وَإِن مِّن شَيْءٍ إِلَّا عِندَنَا خَزَائِنُهُ. എത്രയും എടുത്താലും തീരാത്ത അത്ര എൻ്റെ ഖജനാവ് നിറഞ്ഞു കിടക്കുക. പിന്നെ എങ്ങനെ ദേഷ്യം തോന്നുന്നു? മനസ്സിലായോ? ഈയാകട്ടെ നീയും ഭാര്യയും രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് ഒരു പുരണ്ടാകാൻ വേണ്ടി ആരാൻ്റെ ലോഡ്ജിൽ വാടക കൊടുത്തിട്ട് പാർത്തുകൊണ്ട് 2 കൊല്ലമായി രാവും പകലും ചേർക്കുകൊണ്ട്, എന്നിട്ടും നിനക്കൊരു വീട് ആയിട്ടുമില്ല. അള്ളാഹു ആകട്ടെ ലുബ്ധനുമല്ല, അവൻ ലുബ്ധനാണെന്ന് വിശ്വസിച്ചാൽ പിന്നെ നിനക്ക് ഈ ദ്വാൻ്റെ ആവശ്യം. ഈ കാഫിറായി പുറത്തു പറയണം. അള്ളാഹു ലുബ്ധനാണെന്ന് വിശ്വസിച്ചാൽ നീ എന്തായി? കാഫിറായി. പിന്നെ നിനക്ക് ലാഭം കിട്ടും. 8 മണി വരെ കിടന്നുറങ്ങി. എന്തു വേണ്ട പറയടൂ? സുബഹി വേണ്ട. കാഫിറായില്ലേ? കാഫിറിന് എന്തിനാ സുബഹി? അള്ളാഹു ലുബ്ധനാണ് എന്ന ധാരണയിൽ നീ എത്തിച്ചേർന്നാൽ നിനക്ക് ശരിക്ക് പീഡിയ തുറക്കണ വരെ കിടന്നുറങ്ങാം. എന്തിൻ്റെ ആവശ്യം പിന്നല്ല? പറയടോ? പിന്നെന്തിനാ നിസ്കരിക്കണേ? കാഫിറായില്ലേ? يا بني اذهبوا فتحسسوا من يوسف واخيه ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. يا بني മക്കളെ ഇദ്ഹബു നിങ്ങൾ പോവുക. ഫതഹസ്സസു മിൻ യൂസുഫ വഅഖീഹി യൂസുഫിനെയും ബിന്യാമിനെയും നിങ്ങൾ ശ്രദ്ധിച്ച് ആഴത്തിൽ പഠിച്ചാലോചിക്കുക. എവിടെ ഉണ്ടാവും. അപ്പോഴേത്തിന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം നാട് നഷ്ടപ്പെട്ടിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് യാക്കൂബ് നബി പറഞ്ഞു, അന്വേഷിക്കുക കുട്ടികളെ അന്വേഷിക്കുക. സൂറത്ത് യൂസുഫിലുണ്ട് ഈ ആയത്ത്. അപ്പോഴത്തിന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം നഷ്ടപ്പെട്ടിട്ട് എത്ര കൊല്ലായി? 40 കൊല്ലായി. 40 കൊല്ലം കഴിഞ്ഞു. يا بني اذهبوا فتحسسوا من يوسف واخيه ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിയരുത്. ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. കാഫിറുകളല്ലാതെ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയുകയില്ല. എന്താണ് അവിടെ കാഫിർ എന്ന് പറയാൻ കാരണം? ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ ഈ ആയത്തിന് വ്യാഖ്യാനം പറയുന്നുണ്ട്. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയുന്നവൻ ആരായിരിക്കും? കാഫിറായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഇവിടെ കാഫിർ എന്ന് പറയാൻ കാരണം? ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ അതിന്റെ വ്യാഖ്യാനം പറയും. ഒരാൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയണമെങ്കിൽ എന്തറിയണം? 3 ഒരു വിശ്വാസം അയാൾ പുലർത്തണം. അതെന്തൊക്കെയാ? 1, ഒരാൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയണമെങ്കിൽ അയാൾക്ക് 3 വിശ്വാസം ഉണ്ടാവും. 1, ഞാൻ ഈ കഷ്ടപ്പെടുന്നത് അള്ളാഹു അറിയുന്നില്ല എന്ന വിശ്വാസം. അങ്ങനെ വിശ്വസിച്ചാൽ അള്ളാഹുവിനെ ജഹലിലേക്ക് ചേർത്തു, അപ്പോൾ കാഫിറായി. അള്ളാഹു കാക്കട്ടെ. അള്ളാഹുവിന്റെ കാര്യം അറിയുന്നില്ല എന്ന് വിശ്വസിച്ചാൽ കാഫിർ. 2, അള്ളാഹു അറിയുന്നുണ്ട്, പക്ഷേ എന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ അള്ളാഹുവിന് കഴിയുകയില്ല എന്ന് വിശ്വസിക്കണം. അപ്പോൾ അള്ളാഹുവിനെ അജ്സിലേക്ക് ചേർത്തു, അപ്പോഴും കാഫിറായി. ഒരാൾ അള്ളാഹുവിനെ തൊട്ട് ആശ മുറിയണമെങ്കിൽ അവന് 3-4 വിശ്വാസം ഉണ്ടാകണം, എപ്പോഴും ഉണ്ടാകണം. ഒരാൾ അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയണമെങ്കിൽ മറക്കരുത്, ഭയങ്കര ഒരു ചിന്താഗതിയാണ്, മറക്കരുത്. ഒരാൾക്ക് അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയണമെങ്കിൽ 3 ഒരു ചിന്താഗതി അയാൾക്ക് വേണം. 1, ഞാനീ കഷ്ടപ്പെടുന്ന വിവരം അള്ളാഹു അറിയുന്നില്ല എന്ന് വിശ്വസിച്ചാൽ കഫർ, അള്ളാഹു കാക്കട്ടെ. 2, അള്ളാഹു അറിയുന്നുണ്ട്, പക്ഷെ അള്ളാഹ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അപ്പോൾ അള്ളാഹ് അശക്തിയിലേക്ക് ചേർത്തു, കഫറായി. 3, അള്ളാഹു അറിയുന്നുമുണ്ട്, അള്ളാഹുവിന് ചെയ്യാൻ കഴിയുകയും ചെയ്യും, പക്ഷെ
പക്ഷെ അള്ളാഹു ചെയ്യൂല. അള്ളാഹു ഒരു ലുബ്ധൻ. അപ്പൊ അള്ളാഹ് ബുഖിലേക്ക് ചേർത്തു. അപ്പോൾ ഗഫറായി. മനസ്സിലായോ? ചിന്തിക്ക്. വീട് ആവശ്യമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. വീടിന് വേണ്ടി ദ്വാരക്കുന്നുണ്ട്, വീട് അയച്ചില്ല. രോഗം മാറേണ്ടവർ ഈ കൂട്ടത്തിലുണ്ട്. രോഗം മാറാൻ വേണ്ടി കൊല്ലങ്ങൾ ദ്വാരക്കുന്നുണ്ട്, രോഗം മാറിയിട്ടില്ല. കുട്ടികൾ നന്നാവേണ്ടവർ ഈ കൂട്ടത്തിലുണ്ട്. കുട്ടികൾ നന്നാൻ വേണ്ടി ദ്വാരക്കുന്നുണ്ട് കൊല്ലക്കണക്കിനായിട്ട്. ഇപ്പോഴും കുട്ടികൾ നന്നായി കാണുന്നില്ല. അങ്ങനെ വിഷമിച്ചവരും ഈ കൂട്ടത്തിലുണ്ട്. ഇപ്പോഴും കുട്ടി നന്നായിട്ട് കൊല്ലങ്ങൾ അനവധി ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ പുതിയണ്ണിനെ അന്വേഷിച്ചിട്ട് കിട്ടാതെ കഷ്ടപ്പെട്ട ഒരാളെ എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. 10-28 വയസ്സായി. എവിടെ കൊല്ലങ്ങൾ, ഇത്രയും നല്ല കൊല്ലങ്ങൾ. നമുക്ക് പറ്റിയൊരു പെണ്ണുണ്ടെങ്കിൽ നിങ്ങൾ പറയണ ഉസ്താദ്, നിന്നോട് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് രണ്ടുമല്ലേ. കഴിഞ്ഞ ആഴ്ച എൻ്റെ സ്നേഹിതനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താടാ എൻ്റെ കല്യാണം? ഇപ്പോൾ നടന്നിട്ടില്ല ഉസ്താദ്. എൻ്റെ പെണ്ണ് കാണാൻ ചെന്നാൽ ഒന്നിരിക്കൽ പെണ്ണിന് അവനെ പറ്റൂല, അല്ലെങ്കിൽ പെണ്ണിനെ പറ്റൂല, കല്യാണം നടക്കൂല. 10-28 വയസ്സായി, ഇപ്പം കല്യാണം നടന്നില്ല. എനിക്കറിയാം. മനസ്സിലായോ? കൊല്ലങ്ങൾ അനവധിയായി. പഠിച്ചോനെ പെണ്ണിട്ടണേ പുതിയ അപ്പള കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടില്ല. അതിനൊക്കെ ഒരു ചുരുക്കുണ്ട്. പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിക്കണ സാധനമാണല്ലോ എന്ത്. അത് പെട്ടെന്ന് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സാധനം പെണ്ണ്, അത് കിട്ടിയിട്ടില്ല. പുതിയാപ്പിള കിട്ടിയ കുറച്ചുകൂടി മെനക്കെടുണ്ട്. പുതിയാപ്പിള കിട്ടിയില്ല പറഞ്ഞാൽ അതിനൊരു രസമുണ്ട്. പുതിയണ്ണിനെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനോട് പറയാൻ പറ്റില്ല. പക്ഷേ കിട്ടിയിട്ടില്ല. എൻ്റെ കാരണം ഇവനോ എല്ലാ മൂല്യമാരെ കൂട്ടത്തിലും കൂടുന്നവനാണ്, എപ്പോഴും കൈ ഒണ്ടിക്കണവനാണ്. ഇവിടെ തന്നെ ദ്വാരക്കാൻ വന്നിട്ടുണ്ട് പലവട്ടം. എന്നിട്ട് കുട്ടികൾ കിട്ടിയില്ല, പെണ്ണിന് കിട്ടിയില്ല. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത്? തിരിച്ചു മടങ്ങുന്നു. അല്ലാഹു ആരാ? അവൻ ഏറെ കൃപയുള്ളവനാണ്, അവൻ ഏറെ കരുണയുള്ളവനാണ്, അവൻ ഏറെ കാര്യങ്ങൾ അറിയുന്നവനാണ്, അവൻ ഏറെ സഹായിക്കുന്നവനാണ്, അവൻ ഏറെ സ്നേഹിയാണ്. മനസ്സിലായോ? എല്ലാം ഇങ്ങനത്തെ റബ്ബാണ് ഇവിടെ വിഷയം പരിഹരിക്കാത്തത്. അപ്പൊ എന്താ കാരണം? കാരണം നിന്റെ മസ്ലഹത്ത് നിനക്കപ്പോൾ അത് തരാതിരിക്കലാണ്. അല്ലാതെ എന്ത് വിശ്വസിച്ചാലും കഫറോ. നിന്റെ മസ്ലഹത്ത് അപ്പോൾ അത് നിനക്ക് തരാതിരിക്കലാണ്. അതാ തരാതിരിക്കലാണ്. കിഡ്നി പേഷ്യന്റ് വെള്ളം കുടിക്കരുത് പറഞ്ഞിട്ടുണ്ട്. ചോറ് വയ്ക്കുക, ഒരു വെള്ളത്തിന് പരിധിയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് കുടിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? കിഡ്നി പേഷ്യൻ്റാണ്, പരിധിക്കപ്പുറം ശരീരത്തിന് സഹിക്കാൻ കഴിയില്ല. ദാഹം വന്നു, ഭാര്യ വെള്ളം കൊടുത്തില്ല. തൽക്കാലം ഒരു കഷ്ണം വത്തൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഇതെന്ന് വിളിന്നാണ്. അവന് ഇഷ്ടമായില്ല. ചുണ്ടണക്കാനും കൊല്ലിയണക്കാനും ഒരു കഷ്ണം വത്തൊക്കെ കൊടുത്തു എന്ന് വിളിന്നാണ്. ചെയ്യില്ല. 2 ഗ്ലാസ് വെള്ളമാണ് കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുക്കാത്തത്? എന്തുകൊണ്ടാ ഭാര്യ ഇവിടെ വെള്ളം കൊടുക്കാത്ത? എന്തുകൊണ്ടാ ഉമ്മ വെള്ളം കൊടുക്കാത്ത? പാമ്പ് കടിച്ചു, വിഷ ചികിത്സ അടുത്തോടുത്തുകൊണ്ടുപോയി വിഷത്തിനുള്ള ചികിത്സ ചെയ്തു. പക്ഷെ 24 മണിക്കൂർ വെള്ളം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ വെള്ളം കൊടുക്കാത്തെ? റഹ്മത്തല്ലക്ക്, എന്നോടുള്ള കരുണ. നിനക്കതപ്പ് തരാൻ പറ്റൂല. ആ 24 മണിക്കൂറിനെ ഈ ഒരു 100 കൊല്ലായിട്ടാണ് സങ്കല്പിച്ചു നോക്കാം. ഇവിടെ തന്നെ അള്ളാഹു എനിക്ക് തരട്ടെ. 24 മണിക്കൂർ കഴിഞ്ഞാൽ എന്തും തരും ചെയ്യും. ഞാൻ പിരീഡ് കഴിയണം. ഇവിടെ 24 മണിക്കൂറാണെങ്കിൽ അള്ളാഹിൻ്റെ ഇടയ്ക്ക് 24 കൊല്ലായിരിക്കും. എനിക്ക് പറഞ്ഞ മനസ്സിലായോ? കൊല്ലക്കണക്കിന് കുട്ടികളുണ്ടാകാൻ വേണ്ടി തുറന്നിട്ട് കുട്ടികളുണ്ടാകാത്ത ഒരാൾ ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയും, കുട്ടികളുണ്ടാകാതിരിക്കലായിരിക്കും ഞാൻ നിനക്ക് നല്ലത്. ദ്വാ കൊണ്ട് എല്ലാം കിട്ടും ചെയ്യും. എന്തിനാ കുട്ടികളുണ്ടാവണം? എന്തിനാ കുട്ടികൾ എന്തിനാ? അതൊന്നും തീരുമാനിക്കാം. എന്തിനാ കുട്ടികൾ? കുട്ടികൾ എന്തിനാ തീരുമാനിക്കും?
അത് തീരുമാനിച്ചു പോയാൽ മതി. കുട്ടികൾ എന്തിനാണ്? കുട്ടികൾ എന്തിനാ? കുട്ടികൾ ദുനിയാവിൽ കൊയങ്ങുമ്പോൾ താങ്ങാന്, സാമ്പത്തികമായി ക്ഷീണിക്കുമ്പോൾ അധ്വാനിച്ച് പാപ്പാനെ പോറ്റാന്, ആശുപത്രി കിടക്കുമ്പോൾ നേരം വെളുക്കുന്നവരെ ശുശ്രൂഷിക്കാന്, മരിച്ചാൽ ദ്വാരക്കാന്. ഇത്രയല്ലേ ഉള്ളൂ കുട്ടികൾ ആവശ്യം? ഇത്രേ ആവശ്യമുള്ളൂ. ഞാൻ അതിന് ഉത്തരം പറയാം. കൊയങ്ങണല്ല. 2, സാമ്പത്തികമായി ക്ഷീണിക്കുമ്പോൾ ഗൾഫ് പറഞ്ഞേക്കാൻ. സാമ്പത്തികമായി ക്ഷീണിക്കണമെന്നല്ല. ആശുപത്രി കിടക്കുമ്പോൾ നേരം വെക്കുമ്പോൾ നിൽക്കാന്. അതിന് ഇഷ്ടംപോലെ ആള് ഞാൻ നിൽക്കാന്ന് പറഞ്ഞ കാത്തു വരുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ദ്വാരക്കാൻ. അൽഹംദുലില്ലാ, ഈ കുട്ടികളുണ്ടാകാൻ വേണ്ടി എനിക്ക് ശേഷം ദ്വാ ചെയ്യുന്ന മക്കൾ വേണം റബ്ബേ എന്ന് ദ്വാരന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹു കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിനക്ക് അങ്ങനത്തെ ദ്വാരക്കേണ്ട ഒരു പ്രശ്നം തന്നെ ഖബറിൽ വരില്ല. കാരണം കുട്ടികളെ തരേണ്ടാണ് അതല്ല. ഈടുക്കണ പണി ചെയ്തല്ലോ. കല്യാണം കഴിച്ചു, പടച്ചവനോട് ദ്വാരുന്നു. ഇത്രയല്ലേ ചെയ്യേണ്ടുള്ളൂ. മനസ്സിലായില്ലേ? ഈ ഖബറിൽ എന്നെ ഖബറിൽ കൊണ്ടേ കിടത്തി. ചോദ്യത്തിനൊന്നും വലിയ ഉത്തരമൊന്നുമില്ല. അപ്പോൾ മലക്കള് ഇങ്ങനെ തമ്മിൽ പറഞ്ഞ് മുങ്കർ നക്കീറിനോട് പറഞ്ഞ്, നക്കീർ മുങ്കറിനോട് പറഞ്ഞ്, ഇവനിപ്പോൾ നമ്മൾ തല്ലേണ്ടി വരുമല്ലോ. ഇവന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ നേരത്തെ വന്ന് ദ്വാരക്കനി. അപ്പോൾ ഇവനോട് കുട്ടികളും ഉണ്ടായില്ല. ഇനിയിപ്പോൾ തല്ല് തുടങ്ങിയെന്നെ എന്ന് മലക്കൾ പറയും. കുട്ടികൾ കൊടുക്കാത്ത ആരാ പറയണ? റബ്ബല്ലേ? നിങ്ങളെന്തായി ചിന്തിക്കാട്ട്? സത്യത്തിൽ കുട്ടികളില്ലാത്തവന് ലാഭം. എന്തുകൊണ്ട്? എന്താ ലാഭം? എന്താണ് ലാഭം? എന്താ ലാഭം? ഭയങ്കര ലാഭമുണ്ട്. എന്താ ലാഭം? ഒന്ന്, കുട്ടികളെ കൊണ്ടുള്ള ശല്യമില്ല. ശല്യം എന്നാണ് നിങ്ങൾ വിചാരിച്ച ശല്യങ്ങൾ. നിങ്ങൾ വിചാരിച്ച ശല്യമല്ല. ചിലപ്പോൾ ശല്യം ഉണ്ടാവും. എന്തുകൊണ്ട്? അവർ നന്നായിട്ടില്ലെങ്കിൽ നാട്ടിൽ മോശം പറയും. അതല്ലേ അത്ര കാത്തിരക്ഷിക്കട്ടെ. എത്രയോ എന്നോടുണ്ട്. ഞാൻ 362 വകുപ്പിനെ പേടിച്ചിട്ടല്ല ഉസ്താദേ, അല്ലെങ്കിൽ ഞാൻ വീട്ടിയിട്ട് വല്ല വാൻ്റെ ചോട്ട് കിടും എന്ന് ഈ ഒരു ബാപ്പ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് പെണ്ണെട്ടിച്ചു കൊടുക്കാനായ മകനെ പറ്റി ഞാൻ 362 വകുപ്പിനെ പേടിച്ചിട്ടാണ് ഉസ്താദേ, ഇല്ലെങ്കിൽ വീട്ടിട്ട് വാൻ്റെ ചോട്ടിക്ക് എന്നോട് ഒരു ബാപ്പ നേരിട്ട് ഇങ്ങനെ പറഞ്ഞു. ആ ബാപ്പാനെ ഞാൻ അറിയും, ആ മകനെ ഞാൻ അറിയും. അപ്പൊ നിങ്ങൾ എന്തൊക്കെ നമുക്കൊരു സുഖം കിട്ടാറാകുമ്പോഴത്തേക്ക് നമ്മൾ അള്ളാഹിനെ ചീത്തണം. ഇപ്പം കാഫറാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? നമ്മളെ റബ്ബ് സ്നേഹമില്ലാത്തവനല്ല, നമ്മൾ സ്നേഹമില്ലാത്തവനാണ്. അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ സ്നേഹമാണ്. അവന്റെ പേര് വദൂദ് എന്ന. ഗഫൂർ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. വദൂദ്, ഏറെ സ്നേഹിയാണ്. നമ്മളോ പൊറുക്കൂല, അവരും പൊറുക്കൂല. 25 കൊല്ലം മുമ്പ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ നാട്ടിലൊരു 25 കൊല്ലം മുമ്പ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, 25 കൊല്ലം മുമ്പ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ് മാപ്പാക്കണം എന്ന് പറഞ്ഞ് അള്ളാഹു തല എത്ര വട്ടം മാപ്പ് വെക്കുകയും അതെൻ്റെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ മലക്കളോട് പറയുകയും എൻ്റെ ലിസ്റ്റിൽ ഉണ്ടാകുന്നില്ല. എൻ്റെ ഫയൽ തന്നെ അള്ളാഹ് വലിച്ചു ഒഴിവാക്കും. മനസ്സിലായില്ല? ഇവിടെ വിട്ടല്ല, അവിടെ വലിക്കും. എന്ത് വലിക്കും പറയണ? എവിടെ വലിക്കും? ഫയൽ വലിക്കും. ഫയൽ തന്നെ വലിക്കും. അതേ സമയത്ത് ഈ കൊല്ലം എൻ്റെ നാട്ടിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ഒഴിവാക്കി, മലക്കുകൾ ഒഴിവാക്കി, റിക്കാർഡിൽ നിന്ന് ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ 25 കൊല്ലം പണ്ട് ഇങ്ങനെ കുഴങ്ങിപ്പോയപ്പോൾ അയൽവാസിയുടെ ഒരു പൂളൻ്റെ 2 കഷ്ണം വേര് മാന്തി രുചിയും കുട്ടികളും കൂടി കറി വെച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹിനോട് പറഞ്ഞു, പഠിച്ചവനെ മാപ്പാക്കണം, പട്ടിണി കിടന്നുകൊണ്ട്. മൽപ്പനോടും പറഞ്ഞു, റബ്ബേ എനിക്ക് ഞാനും എൻ്റെ 2 കഷ്ണം പൂളെടുത്തിട്ടുണ്ട്, അതിന് അവനോട് ചെത്തി എന്നു ഇതാ 10-50 റുപ്യ പൈസ ആയി, ഇതാ നിങ്ങൾ 2 കഷ്ണം പൂള ഞാൻ എടുത്തിട്ടുണ്ട്. അയാളും വിട്ടു, അത് കുഞ്ഞുമേമ്മനെ അതൊക്കെ എടുത്തുകൂടെ, അതിനൊന്നും സാരമില്ല. പക്ഷേ നാട്ടുകാരത് ഒഴിവാക്കൂല. പഞ്ചായത്ത് വിചാരിക്കും നാട്ടുകാരൊക്കെ അത് ഒഴിവാക്കിയിട്ടുണ്ട്, നാട്ടുകാർ ഒഴിവാക്കൂല. കൊല്ലത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നിൽക്കാൻ തീരുമാനിച്ചാൽ നാട്ടുകാർ പ്രസംഗിക്കും. ഇവനെ എങ്ങനെ നമ്മൾ പഞ്ചായത്ത് ഏൽപ്പിക്കും? അവൻ തൊട്ടടുത്ത അയൽവാസിയുടെ കൂള വരെ കേട്ടവൻ. മനസ്സിലേ? എത്രയാ എന്റെ നാട്ടുകാർ മറക്കൂല.
അപ്പൊ നീ ആരല്ല, ഞാൻ ആരല്ല? 730 കോടി ജനങ്ങൾ വദൂദല്ല, സ്നേഹിയല്ല, ഓഫൂറല്ല, പൊറുക്കണോരല്ല. വെറുതെ പറയാ പൊറുക്കണോരാണ്, പൊറുക്കണോരല്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുജൻ ബിന്യാമീന്റെ ചാക്കും കെട്ടിൽ നിന്ന് രാജാവിന്റെ സ്വർണത്തിന്റെ അളവ് പാത്രം കിട്ടിയപ്പോൾ ബാക്കിയുള്ള ഏട്ടന്മാർ പറഞ്ഞു, ഇൻസറക്ക ഫഖദ് സറക്ക അഖുൽ ലഹു മിൻ ഖബൽ. ഇവൻ കെട്ടിന് വലിയ ദോഷം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവന്റെ ഒരു ഏട്ടനുണ്ടായിരുന്നു, അവൻ പെരുങ്കള്ളനായിട്ട് ഞങ്ങൾ ഒഴിവാക്കിയതാണ്. മനസ്സിലായില്ല ആരോടെ പറയണേ? മനസ്സിലായില്ല. ബിന്യാമീന്റെ അമ്മയും മറ്റവരമ്മയും രണ്ടാ, വേറെ മക്കളതാ 10 മക്കള്. ബിന്യാമീനും യൂസുഫ് നബിയും വേറെ അലൈഹി സ്വലാത്തു വസ്സലാം വേറെ മാക്കുമാണ്. അങ്ങനെ ഉണ്ടായി യൂസുഫ് നബി പിന്നെ ബിന്യാമി മരിച്ചപ്പോൾ ഉമ്മ മരിച്ചു, ബിന്യാമി ജനിച്ചപ്പോൾ ഉമ്മ മരിച്ചു. അങ്ങനെ രണ്ടും ഒരു ഉമ്മാക്കാണ്, മറ്റേ 10 വേറെ ഉമ്മക്ക. ഇവർ തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. ഇത് രണ്ട് ചെറിയ കുട്ടികളാണ്. അങ്ങനെ അവർ യൂസുഫ് നബിയെ കുദന്തത്തിൽ ഒഴിവാക്കി. പിന്നെ 10-40 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പരീക്ഷണത്തിൽ എന്തായി എന്നറിയോ? നിങ്ങൾക്കറിയാലോ സംഭവം എന്തായി? ചാക്കങ്കെട്ടിന്റെ ഉള്ളിൽ നിന്ന്, ബിന്യാമിന്റെ ചാക്കങ്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് രാജാവിന്റെ അളവുപാത്രം പിടിച്ചു. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുക പരിശോധകനായ ഏറ്റവും വലിയ നേതാവ് ആര്? യൂസുഫ് നബി. രാജസ്ഥാനത്ത രാജാവ് അല്ലെങ്കിൽ രാജസ്ഥാനത്ത് സയ്യിദന യൂസുഫ് അലൈഹിസ്സലാം. മനസ്സിലായില്ലേ? അപ്പൊ ഇവർ പറഞ്ഞു, രാജാവേ സാരല്ല, ഇവൻ കട്ടിന് ഞങ്ങൾ കൽബുരല്ല, ഇവന്റെ റിക്കാക്കണ്ടായിരുന്നു പെരുങ്കള്ളൻ. അത് ഞങ്ങളമ്മാക്കുള്ളതല്ല, വേറെ അമ്മാക്ക. അത് മറ്റൊരു കള്ളത്തിൽ അവർ കള്ളത്തിമാക്കുണ്ടായിരുന്നു. ഇവൻ കെട്ടിന് ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ല, ഞങ്ങൾക്ക് അത്ഭുതം ഉണ്ടോ രാജാവേ? ഞങ്ങൾക്ക് അത്ഭുതമല്ല, എന്തുകൊണ്ട് ഇവന്റെ എക്കാക്ക പെരുങ്കള്ളനായിട്ട് ഞങ്ങൾ ഒഴിവാക്കിയതാണ്. ആരോടാ പറയണേ? യൂസുഫ് നബിയോട്. അപ്പൊ എത്ര കൊല്ലം കഴിഞ്ഞ്? 40 കൊല്ലം. സംഭവം ഒന്നുമില്ല, പച്ച നുണ പറയാണ്. പണ്ടേ പറഞ്ഞുണ്ടാക്കിയത് നുണ എപ്പോഴും പറഞ്ഞിട്ടില്ല. യൂസുഫ് നബിയുടെ മേൽ പണ്ടൊരു നുണ ഉണ്ടാക്കിയത് അവര്. എന്ത്? ഇളയമാന്റെ വീട്ടിൽ നിന്ന് കട്ടെടുത്തു. മനസ്സിലായ? പച്ച നുണയാ. അവരെന്നെ ബാപ്പാന്റെ അടുത്ത് നുണ പറയാൻ വേണ്ടി ഉണ്ടാക്കിയ നുണയാണ്. ഇളയമാന്റെ വീട്ടിൽ നിന്ന് കട്ടെടുത്തു. അവരുണ്ടാക്കിയ നുണ പോലും അവരിപ്പോഴും മറന്നിട്ടില്ല. 40 കൊല്ലം കേട്ടും അതേ കളവ് തന്നെ പറയാം. ഇത് മനുഷ്യൻ എന്തുകൊണ്ട്? മനുഷ്യൻ പൊറുക്കൂല, മനുഷ്യൻ സ്നേഹിയല്ല. അവൻ ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ സ്നേഹിയാണ്. അപ്പൊ എന്നോട് എന്റെ റബ്ബിനുള്ള സ്നേഹം എനിക്കുണ്ടാവില്ല. ഇപ്പൊ കയ്യും കാലും ഈ അവയവങ്ങളൊക്കെ നമ്മളതാണ് നമ്മൾ വിചാരിക്കുന്നു. ഒരവസരത്തിലെത്തിയാൽ ഈ കയ്യും കാലും നമുക്കെതിരെ പറയും. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم. ഒരു ദിവസമുണ്ട്, അന്ന് വായിന് സീൽ വെക്കും, അന്ന് കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷിയാവും. മനസ്സിലായോ പറഞ്ഞത്? ഞാൻ പോറ്റി വളർത്തുന്ന കയ്യും കാലും നമുക്കെതിരായി സംസാരിക്കും. ആര് പറയും? അള്ളാഹു പറയില്ല. അല്ലാഹു ഗഫർതുലക, ഞാൻ നിനക്ക് മാപ്പാക്കി എന്ന് പറയും. മനസ്സിലായില്ലേ? ചിന്തിക്കുക. ഇങ്ങനത്തെ റബ്ബിൽ നിന്ന് നമ്മൾക്കൊരു താമസം ഉണ്ടായാൽ നമുക്കിതിൽ ഖൈറില്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. നമുക്ക് ഖൈറില്ല, അതിൽ നമുക്കൊരു ഖൈറുണ്ടാവില്ല. മനസ്സിലായോ? ചിന്തിക്കണം. അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുത്തൻ നാട്ടിൽ ബാപ്പാന്റെ കൂടെ ഒരു കച്ചവടം ഉണ്ട്, ഒരു മകന്. എളാപ്പാൻ്റെയും മൂത്താപ്പാൻ്റെയും മക്കളൊക്കെ ഗൾഫ് പോയപ്പോൾ ഈ മകനും ഗൾഫ് പോകാൻ കൂടി. അപ്പോൾ ആ പറഞ്ഞു, പോണ്ട കുഞ്ഞുമാനെ, ഇവിടെ തന്നെ എൻ്റെ കൂടെ നിന്നോ, എന്നെക്കാൾ നിനക്ക് ഇവിടെ ഉണ്ടാക്കാം. പല വട്ടം പറഞ്ഞിട്ട് ബാപ്പ പറഞ്ഞു, മകൻ കേട്ടില്ല. എന്തോ വിസടിച്ചത് പോയി. അതുകൊണ്ട് ഈ കച്ചവടത്തിൽ ബാപ്പാക്ക് തൽക്കാലം വേറെ ബംഗാളിയെ കൂട്ടേണ്ടി വന്നു. ബാപ്പാൻ്റെ മശക്കത്ത് അങ്ങനെ ഒരു ഭാഗത്ത് അതങ്ങനെ. രണ്ടാമത്തെ ഇവൻ പോയി. ഇവൻ അവിടെ പണി തുടങ്ങി 6 മാസം കഴിഞ്ഞില്ല. അപ്പോഴത്തെ നിരന്തരമായി ഇങ്ങോട്ട് വിളിച്ച്, ഞാൻ പോരുകയാണ്. പോരാൻ ഞാൻ അവിടെ പറ്റൂല. കൊണ്ടുപോയ കമ്പനിക്ക് 2 ലക്ഷം റുപ്യ കൊടുക്കണം. അതും ഇനി ബാപ്പാനെ കൊണ്ടുപോയി ചവിട്ടിക്കും. ബാപ്പ 2 ലക്ഷം അയക്കണം, എനിക്ക് ഇവിടുന്ന് പോരണം. 2 ലക്ഷം കമ്പനിയും കൊടുക്കണം, എൻ്റെ പുറമെ സ്വയം ടിക്കറ്റ് കൊടുക്കണം. മനസ്സിലായോ? ഇത് നേരത്തെ അറിയുന്ന ആളാണ് ആര്? ബാപ്പ. അതുകൊണ്ട് പോകരുത് പറഞ്ഞു. ഇനി ഇതേ വാക്ക് അള്ളാഹുവിലേക്ക് കൊടുത്താൽ ബാപ്പാക്ക് വേക്കും, അള്ളാഹ്ക്ക് ഒരിക്കലും വേക്കൂല. മനസ്സിലായോ? ചിന്തിക്ക്. നിനക്ക് മനസ്സിലാകത്തില്ലാത്തൊരു കാര്യം നീ അതിന്മേൽ തൂങ്ങരുത്.
അള്ളാഹിനോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെ ചോദിക്കേണ്ടുള്ളൂ? എനിക്കതിൽ മസ്ലഹത്തുണ്ടെങ്കിൽ എനിക്ക് നൽകണം, ഇല്ലെങ്കിൽ ഒഴിവാക്കി തരണം. മനസ്സിലായില്ലേ? ചിന്തിക്കും. എപ്പോഴും ദ്വാരക്കേണ്ട ഒരു കാര്യം, നാളെ പള്ളിയുടെ ഞങ്ങൾ കൂടിയാണ്. അല്ലാ, എനിക്ക് എൻ്റെ മാർഗത്തിൽ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും അമൽ ചെയ്യണമെങ്കിൽ എനിക്ക് പള്ളിയുടെ ഒരു മെമ്പറെങ്കിലും എന്നെ ആകുന്നതിൽ എനിക്ക് പരലോകത്ത് ഖൈറുണ്ടെങ്കിൽ എന്നെ അതിൽ മെമ്പറാക്കി തരണം. ഇല്ലെങ്കിൽ പരലോകത്ത് ഖൈറുണ്ടെങ്കിൽ മെമ്പറാക്കി തരണം, ഇല്ലെങ്കിൽ ഒഴിവാക്കി തരണം. എന്തിനാ അങ്ങനെ ചോദിക്കാനൊരു കാരണമുണ്ട്. എന്തുകൊണ്ട്? ചിലപ്പം നമ്മൾ ഈ പള്ളി കമ്മിറ്റിയിൽ ആകാൻ ആഗ്രഹിക്കുന്നതിൽ ഒരു ഖൈറുണ്ട്. അപ്പോഴും എന്താലോചിക്കണം? ഖൈറാലോചിക്കണം, പരലോകത്തെ ഖൈറ്. എന്താ പള്ളി കമ്മിറ്റിയിലാവുന്നതിൽ ഖൈറ്? നമ്മൾ പള്ളി കമ്മിറ്റി അല്ല. അതേസമയത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മളവിടെ പള്ളിയുടെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അവിടെ സൈഡ് കുത്താനോ അല്ലെങ്കിൽ പിന്നെ പൈപ്പ് എടുത്ത് പിടിക്കാനോ നമ്മൾ നടക്കുമ്പോൾ ചിലപ്പോൾ അവിടെ കമ്മിറ്റിക്കാരനായവരുത്തുണ്ട്. ആരും എന്നോട് വിളിച്ച്, ഞാൻ പറ്റിപ്പെട്ട ആളല്ലല്ലോ, വണ്ടി വിടുന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വർത്താനം പറയാൻ ഉണ്ടാവില്ല. തിരിച്ച് പിന്നെ നാട്ടിൽ സമരം ചെയ്യേണ്ടി വരും. എന്താ മാലിന്യപ്പെട്ടവല്ല എന്നു പിന്നെ 4 വർത്താനം പറഞ്ഞാലേ നടക്കുള്ളൂ. അവന് നമ്മളെ മേൽ പറയാനുള്ള അധികാരമുണ്ട്. അതേസമയത്ത് നമ്മളെ പെട്ട ഒരാളാണെങ്കിലോ നമ്മളെ മേൽ ഒരു വാക്കും പറയാൻ, മനസ്സിലായോ പറഞ്ഞത്? അങ്ങനത്തെ ഒരു ഖൈർ അതിലുണ്ട്. നമുക്ക് പള്ളിക്ക് സേവനം ചെയ്താൽ, മനസ്സിലായോ? ഇങ്ങനെ കുട്ടികളെ രാവിലെ പള്ളിയിലെ ക്യാൻറ്റീനിലെ കുട്ടികളെ ദർസിലെ കുട്ടികളെ ഭക്ഷണം നോക്കുമ്പോൾ കറി നന്നായിട്ടില്ല. അപ്പോൾ കറി ഉണ്ടാക്കിയവനെ 2 വർത്താനം പറഞ്ഞ് കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കൊണ്ടുവന്ന് അതുകൊണ്ട് കറി ഉണ്ടാക്കി. ഇതൊക്കെ കമ്മിറ്റിക്കാരനാണെങ്കിൽ ബാക്കിയുള്ളവർ നന്നായി ചെയ്ത് നന്നായി പറയുള്ളൂ. ഇല്ലെങ്കിൽ അത് കമ്മിറ്റിക്കാർക്ക് മോശമാണല്ലോ, പിന്നെ അവൻ ആക്ഷേപിക്കുകയുള്ളൂ. അപ്പോൾ കമ്മിറ്റി ആവുന്നതിൽ ഖൈറുണ്ട്. പക്ഷെ അപ്പം തന്നെ ദുആ ഇറക്കണം. എന്ത് ദുആ ചെയ്യണം? എന്ത് ദുആ ചെയ്യണം? റബ്ബേ, എനിക്ക് പരലോകത്തതിൽ ഖൈറുണ്ടെങ്കിൽ എന്നെ ആക്കി തരണം, ഇല്ലെങ്കിൽ ആക്കി തരരുത്. എന്തുകൊണ്ട്? പരലോകത്ത് എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയാൻ ഇപ്പം കഴിയില്ല. എന്നെ അത് ചെയ്തു തരണമെന്ന് പറയേ ചെയ്യരുത്. 25-ാമത്തെ വയസ്സിൽ പ്രിൻസിപ്പളാണ് മഹാനായ അബു ഹാമിദ് അൽ ഗസാലി. 25-ാമത്തെ വയസ്സിൽ 1000 കൊല്ലം മുമ്പ് മദ്രസത്തു നിലാമിയയിൽ, നിലാമിയ മദ്രസ പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾ വിചാരിച്ച മദ്രസയല്ല, ലോകം കണ്ട മഹാപണ്ഡിതന്മാരുടെ സ്ഥാപനമാണ്. ഏത്? മദ്രസത്തു നിലാമിയ. റസൂലുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാർ സ്ഥാപനം മദ്രസത്തു നിലാമിയ. മദ്രസത്തു നിലാമിയയിൽ 25, ഒരു അഭിപ്രായം 28-ാമത്തെ വയസ്സിൽ പ്രിൻസിപ്പാളാണ്. അന്ന് വലിയ വയസ്സന്മാരെ അവിടെ സ്ഥാപനത്തിൻ്റെ ആ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഈ ചെറുപ്രായക്കാരനാണ് ആര്? പ്രിൻസിപ്പാൾ. എന്തുകൊണ്ട്? ആ മനുഷ്യന്റെ ഇൽമിന്റെ ബഹർ അത്രയും വലുതായിരുന്നു. മനസ്സിലായോ? എന്നിട്ട് ആ മനുഷ്യൻ 4 കൊല്ലം കൊണ്ട് അതൊക്കെ എല്ലാം ഒഴിവാക്കി. പിന്നെ മരുഭൂമിയിലൂടെ വടിയും കുത്തിപ്പിടിച്ച് ഒരു സഞ്ചിയുണ്ട്. മരുഭൂമിയിൽ കൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ കണ്ട് തൻ്റെ പഴയ കാലത്തെ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദി എന്തേ പറ്റിയത്? പൊട്ടിക്കരഞ്ഞ് അതേ എൻ്റെ പറ്റി. നിങ്ങൾ ആരാണ്? നിങ്ങളെ സദാസമയം നിങ്ങൾ 100 ആളുകൾ നിങ്ങൾ വാക്ക് പറഞ്ഞ് കേൾക്കുന്നത് എഴുതിയെടുക്കാൻ വേണ്ടി കാത്തിൽക്കുന്ന കണ്ടോ അതിൽപ്പെട്ട ഒരാളുമല്ല ഞാൻ. നിങ്ങൾക്ക് എൻ്റെ പറ്റിയത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും നിങ്ങളൊരു മുഖം കാണിച്ചൊരു വാക്ക് പറയാൻ വേണ്ടി കാത്തിരുന്ന കാലത്ര കഴിഞ്ഞു പോയി. നിങ്ങൾക്ക് എൻ്റെ പറ്റിയത്. ഇപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പറ്റിയതല്ല, അതായിരുന്നു എനിക്ക് പറ്റിയത്. ആ അബദ്ധത്തെ ഞാൻ രക്ഷപ്പെട്ടു, അതിൻ്റെ ആഹ്റം തടയും എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം എന്നെ പറ്റി ചിരിക്കുന്നുണ്ട്, കരിയല്ല, ഞാൻ സന്തോഷത്തിലാണ്. അക്കാലത്ത് ഞാൻ അഹങ്കാരിയാണ്. അക്കാലത്ത് ഞാൻ ദുനിയാവിൻ്റെ പാരിതോഷികങ്ങൾ സ്വീകരിച്ച് കൊഴിഞ്ഞോന. എൻ്റെ ഭാര്യയുടെ കഴുത്തിലും കാതിലുമെല്ലാം രാജാക്കന്മാരും വലിയ വലിയ പ്രഭുക്കളും മന്ത്രിമാരും കൊടുക്കുന്ന പാരിതോഷികങ്ങൾ കൊണ്ട് കഴുത്ത് തൂങ്ങിയിരുന്നു. അതിന് മാത്രം ആഭരണം ഉണ്ടായി. ഇപ്പം അതൊക്കെ ഒഴിവാക്കി. ഇപ്പം ഞാനും എൻ്റെ റബ്ബും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഒരു പ്രശ്നമില്ല. കുറച്ച് പെൺകുട്ടികളും ഒരു ബേജാറില്ല. അത് മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പോൾ ഷെയ്ഖിന് മസ്ലഹത്ത് ഇതാണെന്ന് ഷെയ്ഖ് മനസ്സിലാക്കി. മറ്റേ ദുനിയാവിൽ വലിയ ആളായി മുഫ്തിയായി നടക്കാൻ പരലോകം നടന്നു പോകും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ ആഗ്രഹിക്കുന്നതായിക്കോളണം എന്നില്ല പരലോകത്തിന്റെ ഗുണം. അള്ളാഹു നമ്മെ പരലോകത്തേക്ക് ബിൽഡ് ചെയ്തിരിക്കും. മനസ്സിലായി? ചിന്തിക്ക് പരലോകത്തേക്ക് നന്നാക്കി എടുക്കണം. മസ്ലഹത്ത്, ആബിദിന്റെ മസ്ലഹത്ത് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. അപ്പോൾ നമ്മൾ വളരെയേറെ ഈ പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കണം. നമ്മൾ നമ്മളെ വിഷയത്തെ നമ്മളിൽ നിന്ന് വായിക്കരുത്, അള്ളാഹുവിൽ നിന്ന് വായിക്കണം. മനസ്സിലായോ? ചിന്തിക്ക്.
സത്യസന്ധനും കരുണയുള്ളവനുമായ സത്യസന്ധൻ, ഏറെ കരുണയുള്ള നല്ല ക്ലാസ് അധ്യാപകൻ കുട്ടികളിങ്ങനെ നമ്മൾ എഴുതിയത് മേലെ വെച്ചു. ഓരോന്നും മാർക്ക് കൊടുത്തു. നമ്മളെ ബുക്ക് എടുത്തപ്പോൾ ഇവിടെ 100-ൽ വട്ടപ്പൂജ ഇട്ടിട്ട് തിരിച്ചു. നമുക്ക് ദുഃഖം തോന്നി. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല, നമ്മളെക്കാൾ എഴുതാത്ത ആൾക്ക് 100-ൽ 60-ഉം 75-ഉം ഒക്കെ കൊടുത്തിട്ടുള്ള അതേ അധ്യാപകൻ നമ്മളവിടുത്തെ ഒന്നിങ്ങനെ ഓടിച്ചു നോക്കി, തെറ്റിട്ട് ഒരു മുട്ടപ്പൂജ അതിൻ്റെ മേലിട്ടിട്ട് തിരിച്ചു തരുകയും ചെയ്തു. എന്നാൽ നമ്മൾ അത്യാവശ്യമൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ കാരണം ഞാൻ പറയാ, എല്ലാം കൂടി പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി ഞാൻ തന്നെ പറയാനുള്ള കാരണം എന്താ ഉണ്ടെങ്കിൽ പറയും. കാരണം എന്താ? ഹസനാത്തുൽ അബ്റാറി സയ്യിആത്തുൽ മുഖറബീൻ. താഴെയുള്ളവരുടെ ഗുണം മേലെയുള്ളവർക്ക് ദോഷിക്കും. പൊതു നിയമം. അതായത് ഈ ബാക്കിയുള്ള കുട്ടികൾക്ക് ആവറേജ് മാർക്ക് ഇട്ട് കൊടുത്തു. അവർ മാർക്ക് കണ്ടാലേ നന്നാവുള്ളൂ. നിനക്ക് 100-ൽ 100 മാർക്കും വാങ്ങാൻ ബുദ്ധിയുണ്ട്, കഴിവുണ്ട്. ഇന്നലെ നീ പഠിക്കേണ്ട നേരത്ത് കളിക്കളത്തിലേക്ക് പോയി ഉഴപ്പിയതുകൊണ്ടായിരിക്കും നിനക്ക് 10 മാർക്ക് കുറഞ്ഞത്. 100-ൻ്റെ ആളാ അപ്പോൾ മുട്ടപ്പൂച്ചിട്ടു. എന്തുകൊണ്ട്? നിനക്കത് സഹിക്കാൻ കഴിയില്ല. ഈ ഉഷാറാവും. മറ്റവന് മുട്ടപ്പൂച്ചിട്ടാവും നാളെ സ്കൂളിലേക്ക് വരില്ല. ആണോ അല്ലേ? സത്യമാണോ അല്ലേ? മറ്റവൻ്റെ മേലെ മറ്റവന് 50 മാർക്കാണ്, പക്ഷെ മാഷ് 60 മാർക്ക് ഇട്ടെടുത്തു. അപ്പൊ ഉമ്മനോട് പോയി പറഞ്ഞു, നിങ്ങൾ നേരത്തെ തന്നെ എന്നെ വിളിക്കണട്ടാ. അധ്യാപകൻ മാഷിനോട് ഭയങ്കര പറഞ്ഞു, ഉഷാറായിട്ടുണ്ടാ, നല്ല ഉഷാറായി, നല്ല ഉഷാറാണല്ലോ, ഇത് പഠിച്ചാൽ തിരിയുമല്ലോ, നല്ല കുട്ടിയാണല്ലോ, നേരത്തെ വരണട്ടാ. ഉമ്മ എന്നെ സുബൈക്കനെ വിളിക്കണം, കതിരാവിലെ പറഞ്ഞു, കുറച്ചുകൂടി പാഠം പഠിക്കാണ്ട്. എനിക്ക് രാവിലെ തന്നെ 40 മാർക്കിന് എഴുതിയപ്പോൾ 60 മാർക്ക് ഇട്ട് കൊടുത്തു. എന്തിന്? നേരത്തെ വരും. മനസ്സിലായില്ലേ? നേരെ മറിച്ച് ഇവൻ 100 മാർക്കിന്റെ ആളാ. ഇവൻ ഇന്നലെ ഉഴപ്പിയതുകൊണ്ടാ 90 ആയത്. അപ്പോൾ ഇവനെ മൊട്ടെടുത്തു. അതിനാണ് ഹസനാത്തുൽ അബ്റാറി സയ്യിആത്തുൽ മുഖറബീൻ എന്ന് പറയാം. ചിലർക്ക് നന്മ, ചിലർക്ക് തിന്മയായിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? ഞാനും നിങ്ങൾ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ അത് നന്മയാണ്. അലി സയ്യിദുൽ ആബിദീൻ 200 റക്അത്ത് നിസ്കരിച്ചാൽ പോലും അത് തിന്മയാണ്. എന്തുകൊണ്ട്? അവർ 1000 സുജൂദിന്റെ ആളാണ്. എന്തിൽ കൂടല്ല. ഞാനും നിങ്ങളും പറഞ്ഞത് മനസ്സിലായല്ലോ. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ അത് നന്മയാണ്. അലി സയ്യിദുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ദിവസം 1000 സുജൂദ് ചെയ്യുന്ന ആളാണ്. അവർ 200 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാലും അത് തിന്മയാണ്. എന്തുകൊണ്ട്? 1000 സുജൂദിന്റെ ആളാ. ആ വട്ടപ്പൂജയാണ്. ഒരു ദിവസം നിസ്കരിച്ചിട്ടില്ല, നിസ്കരിച്ചും സങ്കല്പിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചോനെ. എന്താണ് നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലാത്ത? നിങ്ങളും ഞാനും ഉഴപ്പൻ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാണ് ദ്വാരപ്പോഴത്തിന് പിറ്റേന്ന് രാവിലെ ആണല്ലോ അല്ലേ? എന്റെ കാരണം അള്ളാഹു നമ്മളൊന്ന് സഹായിച്ച്. അപ്പൊ ഭാര്യയോട് പറഞ്ഞു, ചോദിച്ചാണല്ലോ തരുന്നുണ്ടിട്ടാ, നമുക്ക് നേരത്തെ എണീക്കാം. അരക്കായി കാണാൻ പറ്റൂല. അള്ളാഹ്ക്കറിയാം. ഒന്നാം പ്രോത്സാഹനം. അതേ സമയത്ത് 200 റക്അത്ത് നിസ്കരിച്ചാൽ പിന്നെ കിട്ടിയത് തന്നെയല്ലേ? സങ്കല്പിച്ചു നോക്കുക. അങ്ങനെ സങ്കല്പിച്ചാളാ. എന്റെ കാരണം ഹസനാത്തുൽ അബ്റാറി സയ്യിആത്തുൽ മുഖറബീൻ. ചിലർക്ക് നന്മയാവുന്ന, ചിലർക്ക് തിന്മയായിരിക്കും. ഇവിടെ 200 റക്അത്ത് നിസ്കരിച്ചാലും തിന്മയാണ്. എന്തുകൊണ്ട്? അവർ 500 റക്അത്തിന്റെ ആളാണ്. 1000 സുജൂദ ദിവസം. മനസ്സിലായോ പറഞ്ഞത്? ോളം ഞാനും രാത്രി 2 മണിക്ക് എണീറ്റ് 4 മണി വരെ എന്ത് ചെയ്തു? ഒന്ന് തഹജ്ജുദ് നിസ്കരിച്ച് ദ്വാരന്നാൽ വലിയ അത്ഭുതമാണ്. 2 മണി മുതൽ 4 മണി വരെ തഹജ്ജുദ് നിസ്കരിച്ച് ദ്വാരക്കണ ആളാണ്. അപ്പൊ നമ്മൾ 8 മണിക്കൂർ ഉറങ്ങണതിനിടയിൽ 2 മണിക്കൂർ എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചാൽ മഹാ അത്ഭുതം. നമ്മളെ പറ്റി നാട്ടിലാകെ പാട്ടവും. ഒരു രാത്രി ഇരുട്ടിൽ 2-ന്റെയും 4-ന്റെയും ഇടയിൽ 2 മണിക്കൂർ തഹജ്ജുദ് കഴിക്കും. ഭയങ്കര. നമ്മൾ 6 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്, അതാരും പറയില്ല. നമ്മൾ 2 തഹജ്ജുദ് നിസ്കരിച്ചാൽ ഇത് വലിയ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 10 മിനിറ്റ് ഉറങ്ങിയാൽ അത് മോശം.
എന്തുകൊണ്ട്? നലവേറും ഐഷ തൊഴുതുരുതുവാലെ 40 ഇറ്റാളോളം സുബഹത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ രാത്രി ഞാലിന്നെ ഷേഖ് പറഞ്ഞു, അന്ന് ഞാൻ ഷേഖിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഷേഖ് അന്ന് 10 മിനിറ്റ് ഉറങ്ങുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അതവരെ റിമാർക്കാണ്. ഒരു 8 മണിക്കൂർ മനസ്സിലായില്ല. അവർ 24 മണിക്കൂറിൽ 10 മിനിറ്റ് ഉറങ്ങിയാൽ റിമാർക്കാണ്. നമ്മൾ മനസ്സിലായില്ല, നമ്മൾ 10 മിനിറ്റ് തഹജ്ജുദ് റിമാർക്കാണ്. എന്തേ? നമ്മളെ അരക്കൈ പറ്റില്ല, എല്ലാത്തിനും പറ്റുന്ന ആളാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ ഇങ്ങനെ വായിക്കും. എന്തേ? നമ്മൾ ചോദിക്കണ കാര്യം റബ്ബ് തരാറ്റണ്ട. അപ്പുറത്തും ചോദിച്ചു, അങ്ങനെ കൊടുത്തു. എന്തേ? അള്ളാഹുവിന് മുഖറമാകാൻ അള്ളാഹു നമ്മളെ തീരുമാനിച്ചിട്ടുണ്ട്. കൂട്ടി കയറ്റം കൊണ്ടുപോകണം, പരിശോധിക്കണം. മനസ്സിലായോ? ചിന്തിക്കണം, വളരെ ചിന്തിക്ക്. ഒരു കുട്ടി ഒരു പാഠം പഠിച്ചാൽ ആ ഒരു കുട്ടിക്ക് മാർക്ക് കിട്ടിയാൽ എന്താണ്? അത് നന്മയാണ്, വലിയ കാര്യമാണ്. അതേ സമയത്ത് സമുന്നതനായ ഒരു കുട്ടിയോ നൈസാപൂരിലേക്ക് പഠിക്കാൻ പോയിട്ട് റസാലി ഇമാം തിരിച്ചു വരിക. 3 കൊല്ലം നൈസാപൂരിൽ പഠിച്ചു. റസാലി ഇമാം തിരിച്ചു വരിക. മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ കൊള്ളക്കാർ ഇവിടെ ഉണ്ട്. ഒരു കൈതപ്പുറച്ച് നിറച്ച് കെട്ടുണ്ടായി, കിതാബും കെട്ട്. കൊള്ളക്കാർ അത് അടിച്ചു മാറ്റി. അതുകൊണ്ട് കൊള്ളക്കാര് കിതാബ് കൊള്ളയില്ല. അപ്പോൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ വൈച്ചലവുള്ള പൈസ ഒക്കെ ഇതെടുത്തോളി, കിതാബ് തരണം. അതിൻ്റെ 3 കൊല്ലത്തെ ഇൽമാണ്. കൊള്ളത്തലവന്റെ കാല് പിടിച്ച്, അതിൻ്റെ 3 കൊല്ലത്തെ ഇൽമാണ്. ഞാൻ എൻ്റെ കിതാബ് 3 കൊല്ലത്തെ ഇൽമ എന്നാണ്. എന്താ? ഞാനും നൈസാപൂരിലേക്ക് എഴുതിയെടുക്കാൻ വേണ്ടി പോയതാ. ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ ഉസ്താദിൻ്റെ അടുത്ത് പോയി എഴുതിയെടുത്ത എൻ്റെ 3 കൊല്ലത്തെ ഇൽമാണ്. അപ്പോൾ പറഞ്ഞു, കുട്ടിയെ, നിന്റെ 3 കൊല്ലത്തെ ഇൽമ് കൊള്ളക്കാരനായി ഞാൻ എടുത്താൽ നിന്റെ അടുത്ത് ഇപ്പം ഇൽമില്ലല്ലോ. നിന്റെ 3 കൊല്ലത്തെ ഇൽമ പഠിച്ചു എന്ന് എങ്ങനെ പറയാം? ഒരു കൊള്ളക്കാരൻ എടുക്കുമ്പോഴത്തിന് തീരുകയാണെങ്കിൽ പിന്നെ ആലിമിൻ്റെ ഇൽമിന് വിലയുള്ളത് മനസ്സിലായില്ല. ഒരു കൊള്ളക്കാരൻ എടുത്തു കൊണ്ടുപോകാവുന്ന പാകത്തിലാണ് ഒരു ആലിമിന്റെ ഇൽമെങ്കിൽ അതിന് ഇൽമെന്ന് പറയോ? അന്ന് മുതൽ എഴുത്തി നിർത്തി. പിന്നെ മനപ്പാടം, പിന്നെ ജീവിതം മുഴുവൻ മനപ്പാടം. എന്നെ പഠിപ്പിച്ചത് കൊള്ളക്കാരനാണെന്ന് ഇമാം ഗസാലി. കൊള്ളക്കാരൻ ചോദിക്കുകയാണ്, എന്ത്? നീ 3 വർഷം ഇൽമ പഠിച്ച്, ഇൽമൊക്കെ ഇവിടെ എഴുതി വെച്ച് എന്നാ പറയുന്നത്. അതിപ്പോൾ ഞാൻ കൊണ്ടുപോകുക. അപ്പം ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് കൊള്ളടിച്ച് കൊണ്ടുപോകുന്നതോടുകൂടെ നിന്റെ ഇൽമില്ലാതായല്ലോ. അപ്പം 3 കൊല്ലത്തെ നിന്റെ ഇൽമല്ലല്ലോ. നിനക്കിപ്പോൾ നീ ജാഹിലായില്ലേ? ഞാൻ കൊണ്ടുപോകൂടെ? ഒരു കൊള്ളക്കാരനെ കൊടുത്തോണ്ടാവുന്ന പാകത്തിലാണ് ആലിമിന്റെ ഇൽമെങ്കിൽ അതിനെങ്ങനെ ഇൽമെന്ന് അറിയും? പഠിപ്പിച്ച ഉസ്താദിനേക്കാളും വലിയ തത്വചിന്തകനാണ് ആര്? കൊള്ളക്കാരൻ. അന്ന് ഗസാലി ഇമാം തീരുമാനിച്ചു, ഞാൻ എഴുതിയെടുക്കൂല. ഓക്കെ, അങ്ങനെ ലോകം കണ്ട ഹാഫിളായി എഴുതിയെടുക്കുക. ഓക്കെ, പിന്നെ ജീവിതം മുഴുവൻ എഴുതിയെടുത്തില്ല. ഒക്കെ മനപ്പാടം. അപ്പോൾ അല്ലാഹു തആല ഇവിടെ കൊള്ളക്കാരനെ കൊണ്ട് പിടിപ്പിച്ച എന്തിനെ? നിങ്ങൾ എന്റെ കൂടെ അല്ല. ഗസാലി ഇമാമിനെ കൊള്ളക്കാർ പിടിച്ചോന്ന് ആലോചിച്ച് നോക്കാം. ഇത്രയും വലിയൊരു മഹാനെ ലോകം കണ്ട 1000 കൊല്ലത്തിനിടയിൽ ഇങ്ങനത്തെ മഹാൻ ലോകത്തില്ലാന്ന് എത്ര ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ഇമാമിങ്ങൾ ഒരാളാണ് ഇമാം ഗസാലി റളിയല്ലാഹു. 1000 കൊല്ലത്തിനിടയിൽ അങ്ങനത്തെ ഒരു മഹാൻ ലോകത്ത് വന്നിട്ടില്ല. ഈ മഹാന് രാവും പകലും അള്ളാഹിനോട് ദുആ ഇറക്കുന്ന മഹാന് ആര് പിടിച്ചു? കൊള്ളക്കാർ പിടിച്ചില്ലേ? ഇത് ഖൈറോ ഷെറോ? എന്തൊരു ഉറക്കാണ് ഇത്! ഖൈറോ ഷെറോ? ഇത് ഖൈറാണോ ഷെറാണോ? കൊള്ളക്കാര് പിടിച്ച ഖൈറാണോ ഷെറാണോ? പറയൂ. ഖൈറല്ലാതുണ്ട്. എന്താ ഖൈറെന്താ? പിന്നെ ആ മനുഷ്യൻ ജീവിതത്തിൽ എന്തെങ്കിലും വിവരം ഖൈർ കിട്ടിയാൽ ഉടനെ എന്ത് ചെയ്യുക? മനപ്പാടാക്കുക. ഇവിടെ തന്നെ മനസ്സിലായോ? ചിന്തിക്കണം. വലിയൊരു ആലിമുണ്ടായിരുന്നു. ആ ആലിമിന്റെ കുത്തുബുഖാന, ആ ആലിമിന്റെ കിതാബുകൾ വലിയ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൽ മലബാറിലുള്ള ഒരു ആലിമാണ്, വലിയൊരു ആലിമാണ്. ആ ആലിമിന്റെ കിതാബിന്റെ കെട്ട് ഇക്കാക്കണ ചുട്ടു. അതിലാണ് ആലിമാണ് ചിരിച്ച് പോയത്തക്കാരനാണ്. അതല്ലേ ചുട്ടു? ഇതെങ്ങനെ ചൂടുക? അതിലുള്ള ഒറ്റൊന്നും എൻ്റെ ഇവിടെ അല്ലാതല്ല. പിന്നെ എനിക്ക് ചുട്ടു തരി. മനസ്സിലായോ? ചിന്തിക്കണം. വലിയ ആലിം, മലബാറിലെ 20-ാം നൂറ്റാണ്ടിലെ വലിയൊരു ആലിം ഉണ്ടായിരുന്നു. ആലിമിന്റെ ഏട്ടൻ വഹാബിയായിരുന്നു. ദേശീയ മൂത്തിട്ട് എന്ത് ചെയ്ത് ഇക്കാക്ക അനുജനായ ആലിമിന്റെ കിതാബിന്റെ കെട്ടണ് ചുട്ടു.
അപ്പോൾ അനുജനായ ആലിമ പൊട്ടിയാണ് ചിരിച്ച്, അൽഹംദുലില്ലാ അതല്ലേ ചുട്ടുള്ളൂ, എങ്ങനെ ചൂടുക? അവിടെയുള്ള ഒരു വാക്കും എന്റെ ഇവിടെ ഇല്ലാതെ ഇല്ല. വളരെ ചിന്തിക്കുക. അള്ളാഹു ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. നമ്മൾ നമുക്ക് കിട്ടാത്ത വെച്ചിട്ട് യസുബുല്ലാഹ, അള്ളാഹിനെ ചീത്ത പറയും, അങ്ങനെ നമ്മൾ കാഫിറാവും. മനസ്സിലാക്കി ചിന്തി. ഈ എടുക്കണ പണി എടുക്കുക. എന്റെ പണി എടുക്കേണ്ട കാര്യം ചെയ്യും. മകളെ കെട്ടിക്കണമെങ്കിൽ ഇതെല്ലാവരുമാരെ ഏൽപ്പിക്കുക, അള്ളാഹിനോട് പറയുക. ബാക്കി നിന്റെ ഉത്തരവാദിത്തമല്ല. ബാക്കി ആരും ഉത്തരവാദിത്താണ്? പറയാം, ആരും ഉത്തരവാദിത്താണ്? അള്ളാഹിന് ഉത്തരവാദിത്താണ്. അള്ളാഹിന് ഉത്തരവാദിത്താണ്. ഇത്ര തന്നെയാ റബ്ബിന്റെ ഉത്തരവാദിത്താണ്. ചിലപ്പോൾ കെട്ടിക്കില്ല. ഇങ്ങനെ അതിന്റെ കാരണം ഉണ്ടാവും. കൊല്ലങ്ങളോളം ഞാനും എൻ്റെ ഭാര്യയും രാജു സ്കെച്ച് ദ്വാ ചെയ്യും, മോളെ കെട്ടിക്കണേ. 2-3 പെൺകുട്ടികളുണ്ടായി. മൂത്തോള് സമയം കഴിയാൻ തുടങ്ങിയപ്പോൾ എന്നും ദ്വാരക്കും. അനവധി കൊല്ലം സഹജു നിസ്കരിച്ച് ദ്വാരന്നിട്ടും മകളെ കെട്ടിച്ചില്ല. പിന്നെ ഭാര്യക്ക് മടിയായി എണീറ്റ് നിസ്കരിക്കാൻ. ഇയാൾ രാത്രി പിന്നെ രാജു നിസ്കരിക്കുമ്പോൾ സത്യം സംഭവിച്ച സംഭവമാണ്. ഈ വ്യക്തിയെ ഞാൻ 10 കൊല്ലം മുമ്പ് വേണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. ഈ വ്യക്തി സ്ഥിരമായി നമ്മളെ ക്ലാസ്സിൽ വന്നിരുന്നു. എവിടുത്തേരാന്ന് എനിക്ക് കൃത്യമായി അറിയൂല. നിങ്ങളിരിക്കുന്നവരൊന്നും എവിടുത്തേരാന്ന് കൃത്യമായി എനിക്കറിയില്ല. ചെറിയ കുറച്ചാളുകളെ അറിയും, അത്രയും അറിയുള്ളൂ. സ്ഥിരമായി ക്ലാസ്സിന് വരും. ഇപ്പം അയാൾ വരുന്നില്ല, 8-10 കൊല്ലമായിട്ട് മരിച്ചിട്ടുണ്ടാവാമെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ മനസ്സിലാക്കണം. എവിടുന്ന് എനിക്കറിയില്ല. ഈ മനുഷ്യനെ എന്നോട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ ഭാര്യ നന്നാകാൻ ദ്വാരക്കണം. എന്ത് പറ്റി? സ്ഥിരമായി തേജസ് സ്കെച്ച് ദ്വാരക്കും. മകളെ കെട്ടിക്കണം. മകളെ കെട്ടിച്ചില്ല. അവസാനം ഭാര്യ അത് നിർത്തി. ഭാര്യ നിർത്തി എന്നല്ല, എല്ലാം നിർത്തി. തേജനല്ല, വേറെ നിർത്തി. അവള് പറയാൻ തുടങ്ങി, അള്ളാഹിനോട് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. തഹജ്ജുദ് നിർത്തി, 5 വഖത്ത് നിസ്കാരവും നിർത്തി. ഈ സ്ത്രീ നിസ്കാരം നിർത്തി 6 മാസം കഴിഞ്ഞപ്പോൾ 1ാമത്തെ മകളെ റാഹത്തായി കെട്ടിച്ച്. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ മറ്റേ മകളെയും കെട്ടിച്ച്. ഇപ്പം 3 4 മക്കളുണ്ടായിരുന്നു. അവരൊക്കെ കെട്ടിച്ച്. എല്ലാവരും കെട്ടിച്ചു. 3 മക്കളെ കെട്ടിച്ചു. 1 ബാക്കിയുള്ള സമയത്താണ് തോന്നുന്നു. നല്ല കണ്ണ് കെട്ടിച്ചു, എല്ലാം കെട്ടിച്ചു. പക്ഷേ ഇവൾക്ക് ഇപ്പം നിസ്കാരം തുടങ്ങാൻ കഴിയില്ല. തുടങ്ങാൻ കഴിയില്ല. എന്തുകൊണ്ട്? മറ്റൊമ്പടൻ കാര്യം എന്ന് പറയടാ. അല്ലാഹു അവസ്ഥയെ തൊട്ട് നമ്മൾ പൊട്ടിക്കരഞ്ഞ ഒരു മനുഷ്യനോട് പറഞ്ഞാൽ എത്രയും ഒക്കെ നിസ്കരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? റബ്ബിനോടുള്ള ആശ കുറിച്ച്. അതേ സമയത്ത് ആയുസ് മുഴുവൻ എന്തായിരുന്നിട്ടും മക്കളെ കെട്ടിച്ചില്ല. മക്കളെ കെട്ടിക്കാതെ കണ്ണടിച്ച് ഇയാൾ മരിച്ച് 1 കൊല്ലം. പെൺകുട്ടികളൊക്കെ കെട്ടിച്ചത് ഞാൻ കണ്ടുകൊണ്ടിട്ടുണ്ട്. എന്ത് ഇയാൾ എൻ്റെ അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടോ? ഇയാൾ മരിക്കണ സമയം വരെ ഇയാളെ ശുശ്രൂഷിച്ചോണ്ട് ആ പെൺകുട്ടികൾ അവിടെ തന്നെ വേണം. ഇയാൾ മനസ്സിലായോ? മരിച്ചപ്പോഴോ 1 കൊല്ലം കൊണ്ട് ഒക്കെ കെട്ടിച്ചു. കുടുംബം വളരെ സുഖം. അമ്മായിമാർക്ക് വലിയ ദോഷം. അമ്മായിമാനെ മരുമക്കള് ഏറ്റുകൊണ്ടെടുക്കുക. മരുമക്കൾ കൂടിയിട്ട് അമ്മായിമാനെ ഉമ്രക്കൊറന്ന് വെച്ചു. ഇപ്പൊ രാജകുമാരിയായിട്ട് ഓരോ മക്കളുടെയും പെൺകുട്ടികൾ പിടിച്ചു വലിക്കുക. ഉമ്മയെ നമ്മളടുത്തേക്ക് വരും, ഉമ്മയെ നമ്മളാണ് പാർത്തോളും. രാവും പകലും നിസ്കരിച്ച് ഇബാദത്ത് ചെയ്യുന്ന ആബിദത്തായ ഒരു ഉമ്മ. ആ ഉമ്മ ഒരു പരിയിലുണ്ടെങ്കിൽ ആ പരിയിൽ ബർക്കത്തുണ്ടാവും. അമ്മായിമ്മ ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവുമല്ലേ? പറയണു നൗനാണ് എന്റെ ധാരണെങ്കിൽ അടുത്ത ആഴ്ച ക്ലാസ്സിന് വരുന്നത്. അമ്മായിമ്മയും അമ്മോശാക്കിയൊക്കെ സ്വന്തം ബാപ്പയാണ് ഉമ്മയാണെന്ന് മനസ്സിലാക്കാത്തൊരു എൻ്റെ ക്ലാസ്സിന് വരുന്നത്. ഞാൻ അവരൊക്കെ എൻ്റെ ബാപ്പയും എൻ്റെ ഉമ്മയായിട്ട് മനസ്സിലാക്കണവരാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്റെ അവിടെ അള്ളാന്റെ പരീക്ഷനാണോ? അള്ളാന്റെ ഒരു സ്നേഹമാണത്. ഈ പെൺകുട്ടിയാളും ഭാര്യയും ശുശ്രൂഷിച്ച് ഇയാൾ റാഹത്തായി കണ്ണടച്ച് മരിക്കണ നേരത്തെ ഇസ്രായേൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുമ്പോൾ മലക്കുകള് വന്നിട്ടല്ലോ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിം അല്ലാ തഖാഫറൽ അബ്ശിറൂ എന്ന് പറഞ്ഞതിന്റെ മയനെന്താ? എന്നെ അള്ളാഹു തആല ശിക്ഷിക്കൂലാന്ന് മാത്രമൊന്നുമല്ല, പെൺകുട്ടികളുടെ കാര്യത്തിലൊന്നും ബേജാറാവണ്ടട്ടാ. അവരൊക്കെ കാര്യം കൈകാര്യം ചെയ്യാൻ അള്ളാഹ് തീരുമാനിച്ചിട്ട് മലക്കൾ സന്തോഷിച്ച് കണ്ണടച്ചാളാൻ ചിരിപ്പിച്ചിട്ടായിരിക്കും ഇയാളെ മരിപ്പിച്ചിട്ടുണ്ടാകും. പുതിയാപ്പിള വരാനുള്ള പുതിയാപ്പിളെ മുഖം വരെ ഇയാളെ കണ്ണിന്റെ കണ്ണിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ അല്ലേ? പറയടാ, അള്ളാഹ് കസീറല്ലേ. വരാൻ പോകുന്ന പുതിയാപ്പിളെ ആര് കണ്ടിട്ടില്ല, ഇയാളെ കണ്ട് സന്തോഷിച്ച് കണ്ണടച്ച് ചിരിച്ചടക്കണ മാതിരിയാ മരിച്ചപ്പോൾ. പിന്നെയോ 40 കഴിഞ്ഞപ്പോൾ 1 കെട്ടിച്ച്, പിന്നെ അടുത്തിനെ കെട്ടിച്ച്, ഒക്കെ കെട്ടിച്ച്. പിന്നെ റാഹത്ത് സന്തോഷം, എന്തോ സന്തോഷം. മരിക്കണവരെയോ രാജുസ്കെറ്റുമായിരുന്നിട്ടും കെട്ടിച്ചില്ല. എന്തേ? അള്ളാഹു ഇയാളെ മസ്ലഹത്ത ഉദ്ദേശം.
എന്താ മസ്ലാഹത്ത് ഇപ്പൊ കുട്ടികളെ കിട്ടിക്കണ്ട. മനസ്സിലായോ? എന്തൊക്കെ മനസ്സിലാത്ത് നിനക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? വളരെ ചിന്തിക്ക്. കെട്ടാനുള്ള പുതിയാപ്പള, കെട്ടേണ്ട പെണ്ണ്, രാവും പകൽ നേർന്നു. കെട്ടാൻ അള്ളാഹ് നിശ്ചയിച്ചു. ആലമിലർവായി കെട്ടേണ്ട പെണ്ണും അള്ളാഹ് നിശ്ചയിച്ചു. മനസ്സിലായില്ലേ? പക്ഷേ പുതിയാപ്പളക്ക് ഗൾഫ് മതിയാക്കണമെന്ന പൂതി തോന്നിയിട്ടില്ല. ഇവളും ദ്വാർക്കുന്നുണ്ട്, ഇവനും ദ്വാർക്കുന്നുണ്ട്. പഠിച്ചോനെ എനിക്ക് നല്ല പുതിയ കിട്ടണേ എന്ന് ഇവൻ ദ്വാർക്കുന്നുണ്ട്. റബ്ബേ എനിക്ക് നല്ല പുതിയാപ്പളെ കിട്ടണേന്ന് ഇവളും ദ്വാർക്കുന്നുണ്ട്. ഇവർ തമ്മിൽ അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അടുപ്പിച്ചില്ല. എന്തുകൊണ്ട്? ഈ പൂതിവനെ മാറാതെ ഈ കല്യാണം നടന്നാൽ കെട്ടിയിട്ട് പിറ്റത്താഴ്ച ഗൾഫ് പിന്നെയും പോകും. ഈ പെണ്ണ്, ഈ ചെറുപ്പക്കാരത്തിയായ എല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളും ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ് പിന്നെ തിരിച്ചു വരണമെങ്കിൽ കഫീലിന് മനസ്സ് തോന്നിയാൽ 2 കൊല്ലം ഞാൻ മടങ്ങി വരും, അല്ലെങ്കിൽ 3 കൊല്ലം. അപ്പോഴത്തിന് ചിലപ്പോൾ ക്ഷമിക്കാൻ കഴിയില്ല. വേറെ ഏതെങ്കിലും ഒരാൾ അവളെ വസ്വാസാക്കും ചെയ്യാം. മനസ്സിലായോ? അല്ലാഹു തആല അവിടെ മസ്ലഹത്ത് ചെയ്യും. എന്താ മസ്ലഹത്ത്? തൽക്കാലം രണ്ടാളും സ്വീകരിക്കുന്നത് പോലെ കാട്ടിയില്ല, പക്ഷെ സ്വീകരിച്ചിട്ടുണ്ടാവും. എന്താ ചെയ്തത്? ഇവൾക്ക് ലേശം നേരം വൈകിയപ്പോഴത്തിന് പുതിയാപ്പള ഒരു അത്ഭുതമായ സാധനമാണ് എന്ന് ഇവൾക്കും തിരിഞ്ഞ്. അതുകൊണ്ടുള്ള ഗുണം എന്താ? അവിടെ പോയാൽ അമ്മായിമ്മ എന്ന് കുറ്റം പറയുമ്പോഴത്തിന് പായൂല. എന്റെ തിരിഞ്ഞ് ഇത് പുതിയാപ്പളയാണ്. അമ്മായിമ്മ അത്യാവശ്യമൊക്കെ നരച്ചിട്ടുണ്ട്. മിക്കവാറും ഒക്കെ അടുത്തടുത്ത് 8-10 കൊല്ലം കൊണ്ട് മൂക്കിൽ പഞ്ഞു പോകും. എന്നാൽ പിന്നെ ഞാനും. മനസ്സിലായില്ല? ഇതിപ്പാണ് പാഞ്ഞാ പോലും വേറെ പെണ്ണും കിട്ടും. എനിക്ക് റിമാർക്ക് പോയി പിന്നെ എനിക്ക് പുതിയാപ്പളയും കിട്ടൂല. പേടിയുണ്ട്. ഞാൻ ഇതിനാകട്ടെ 10-20 കൊല്ലം 10-15 കൊല്ലം ദ്വാരന്ന് കിട്ടിയ പുതിയാപ്പളിയാണ്. മദ്രസയിൽ 5ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് മുതൽ ദ്വാരക്കാണ്. പഠിച്ചോനെ എനിക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ അല്ലാഹു തആല കുറച്ച് നേരം വൈകിച്ചപ്പോൾ എന്താ എല്ലാം മസ്ലഹത്തുണ്ടായി. നാത്തുമ്പോര് കാട്ടിയാലും അമ്മായിമ്മ പോര് കാട്ടിയാലും ഇവിടെ എന്താവൂല, പായൂല. വല്ലാതെ അമ്മായിമ്മ ദേഷ്യം പിടിച്ചാൽ ചിലപ്പോൾ പറയും ചെയ്യും, ഉമ്മ അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട, ഞാനേ തരപ്പെടുന്ന് പോകാം തീരുമാനിച്ചിട്ടില്ല. അതോടുകൂടെ അമ്മായിമ്മ നന്നാവും ചെയ്യും. ഏതായാലും ആട്ടിയാൽ പോവില്ല, കോംപ്രമൈസിങ് ആണ്. പുതിയാപ്പളക്ക് ഇങ്ങനെ കഫീലന്മാരെ ആട്ടും തുപ്പും ചീത്തയും കേട്ടിട്ട് ഇവന് വെറുത്ത് ഇനി ഏതായാലും എന്തായാലും വേണ്ടില്ല. എന്ത് നാട്ടിലേക്ക് നെഞ്ഞിതാവൂല. ഇനി ഓട്ടോറിക്ഷ ഓടിച്ച് വൈകുന്നേരം ഒരു 350-450 ഉറുപ്പിക കിട്ടിയാലും വേണ്ടില്ല. നാട്ടിൽ കിട്ടുന്ന പരിപാടി എനിക്ക് വേണ്ടില്ല. ഉമ്രക്ക് പോയി അവസാനം കബന്റെ കിരിസുവ പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ഞാൻ ഗൾഫിക്ക് പണിക്കില്ല പഠിച്ചോ എന്ന് പറഞ്ഞു പോകുന്നതാ. വന്നിന് 3-ാം ദിവസം 4-ാം ദിവസം 4-ാം മാസം കല്യാണം നടന്നു. ഇപ്പൊ റാഹത്തായി. എന്താ റാഹത്ത്? എന്താണ്? എവിടെ പോയാലും വൈകുന്നേരം ആകുമ്പോഴത്തിന് പേരെ കയറി വരും ഭർത്താവ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതന്നെ എന്ന നിക്കാഹിന്റെ ലക്ഷ്യം ഇവിടെ പൂർത്തിയാക്കുക. എന്തുകൊണ്ട്? പുതിയാപ്പള വിട്ടുപോണില്ല. പുതിയാപ്പള ഒരു അത്ഭുതം. ദേഷ്യപ്പെട്ടാലും അവളൊന്നും മിണ്ടൂല. എന്തുകൊണ്ട്? ഞാൻ പൊട്ടിക്കരഞ്ഞ് കിട്ടിയ മുതല. സത്യമാണോ അല്ലേ? അപ്പോൾ കുറച്ചു കാലം അള്ളാഹു ഇത് പിന്തിപ്പിച്ചതിന് പിന്നിലും നിനക്കും അവൾക്കും വേണ്ടിയുള്ള മസ്ലഹത്ത മനസ്സിലാക്കാൻ നമ്മൾ എന്ത് പറയും? അവൻ അള്ളാഹുവിനെ ചീത്ത പറയും. അള്ളാഹുവിൽ നിന്ന് നമ്മെ പഠിക്കണം. നമ്മെ അങ്ങോട്ട് ഓടിച്ചാൽ പോരാ. നമ്മൾ ആവശ്യത്തിന് അള്ളാഹിനെ പഠിക്കരുത്. അള്ളാഹുവിന്റെ മഹത്വത്തിൽ നിന്ന് നമ്മളെ പഠിക്കണം. പറഞ്ഞോ തിരിഞ്ഞോ ഇല്ലേ? പറയടോ തിരിഞ്ഞോ ഇല്ലേ? അവൻ ആരാ? അവൻ ഓഹുൽ ഗഫൂർ, അവൻ ഏറെ പൊറുക്കുന്നവനും അൽ വദൂദ്, ഏറെ സ്നേഹിയുമാണ്. പറ വഹുവൽ ഗഫൂർ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അൽ വദൂദ്, ഏറെ സ്നേഹിയാണ്. മനസ്സിലായില്ലേ? അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ സ്നേഹിയാണ്. ഭയങ്കര സ്നേഹം. അല്ലാഹു തആല നമ്മളോട് ഭയങ്കര സ്നേഹം. അല്ലാത്ത സ്നേഹം, ആ സ്നേഹം പറയാൻ കഴിയും. അല്ലാഹുവിനെ അല്ലാത്ത സ്നേഹം. വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅലുൽ ലിമാ യുരീദ്. അള്ളാഹുവിനെ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളല്ലാത്തൊരു ആബിദ് അള്ളാഹ്ക്ക് ഇല്ലാത്തത് പോലെയാണ് അള്ളാഹ് നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മൾ അള്ളാഹുവിനെ അങ്ങോട്ട് സ്നേഹിക്കുന്നത് അവനല്ലാത്ത ഒരുപാട് റബ്ബ് നമുക്ക് ഉള്ളത് പോലെയാണ്. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല. നമ്മൾ അള്ളാഹു തആലാനെ സ്നേഹിക്കുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? പഠിച്ചോനെ ഞങ്ങൾക്ക് പന്നെ മാത്രം നോക്കിയാൽ മതി, വേറെ എത്ര പഠിച്ചോന്നുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അള്ളാഹു തആലക്ക് എന്ത് പറയാം? ഈശ്വര ആൾ മാത്രമാണോ? എനിക്ക് 730 കൂടി ആളെ കാര്യം നോക്കണ്ടേ? നിങ്ങൾ ക്യൂവിൽ നിൽക്കി, ഞാൻ എന്നെ സൗകര്യത്തിന് ചെയ്തേ.
അങ്ങനെ അള്ളാഹ് പറയുന്നുണ്ടോ? പറയുന്നുണ്ടോ? ഇല്ല. അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നത് ഏതുപോലെയെന്ന് വെച്ചെങ്കിൽ അത് ആ സ്നേഹമാണ് സ്നേഹം. അതാണ് സ്നേഹം. ഉദാഹരണം പറയാം. ഒരാൾ സ്നേഹം എന്ന് പറഞ്ഞാൽ അത്ര അടുത്തല്ലാണ് സ്നേഹം ഏറ്റവും ആഴത്തിലെത്തുക. ഉദാഹരണം പറയാം. കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലെ കുട്ടികളെയും ദാറുൽ ഖുർആനിലെ കുട്ടികളെയും ബീച്ചിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു നോക്കി. കേരളത്തിലെ എല്ലാ മതസ്ഥാപനങ്ങളിലെ കുട്ടികളെയും ദാറുൽ ഖുർആനിലെ കുട്ടികളെയും ബീച്ചിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇങ്ങനെ കാറിൽ ബീച്ചിലൂടെ വന്നപ്പോൾ നമ്മളെ കുട്ടികളെ കണ്ടു. എന്തിവിടെ പിന്നെയാണ് എല്ലാ പിന്നെ കുട്ടികളെയും മതസ്ഥാപനങ്ങളെ കുട്ടികൾ ബീച്ചിൽ വലിയ ചാടിക്കളിയും കളിയും തമാശയും ഒക്കെ ഉണ്ട്. അതിന് വന്നതാണ്. അപ്പം ഞാൻ എന്താ പറയുക, നമ്മളെ ആളുകൾ എത്ര ഉണ്ട്, നിങ്ങൾ എത്ര ആളുകൾ വന്നിട്ടുണ്ട്? ഞങ്ങൾ ഒരു 100 ആളുണ്ട് സ്ഥലം. ആയിക്കോട്ടെ, ഞങ്ങൾ വരും. അപ്പുറത്ത് വേറെ കുറേ കുട്ടികളുണ്ട്. ഞങ്ങൾ വരും അവർ കുറേ കുട്ടികളൊക്കെ വരാൻ പറയും. ഞാൻ അവരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഒറ്റക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കും. നമ്മൾ വേറെ കുറേ കുട്ടികളുണ്ടെങ്കിലും അതിൻ്റെ കുട്ടികളല്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതൊരു സ്നേഹമാണ്. എൻ്റെ കുട്ടികളാ, അതൊന്നും എൻ്റെ കുട്ടികളാണ്. എൻ്റെ കുട്ടികൾ ദാറുൽ ഖുർആനിലെ കുട്ടികളാണ്. അപ്പം ഞാൻ അവിടെ എന്ത് ചെയ്യും? അവർക്ക് ഐസ്ക്രീം വാങ്ങി കൊടുക്കും. ശരി, ഇനി ഒന്നും കൂടി ആലോചിക്കും. എൻ്റെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികളെ മൊത്തം 130 ചില്ലാണ് കുട്ടികളെ ബീച്ചിൽ കൊണ്ടുപോയി സങ്കല്പിക്കുക. ഞാനവിടെ എത്തി. എൻ്റെ വണ്ടി കണ്ടപ്പോൾ ഇവർ രണ്ടാളും പാഞ്ഞു വന്നു. അപ്പം ഞാൻ പോലെ കാർ കയറി. വേറെ ആരും കണ്ടിട്ടില്ലല്ലോ, വണ്ടി കയറി ഞങ്ങൾ പോവാം. ഒരപ്പുറത്തോണ്ടിയാണ് ബിരിയാണിയെ കുറിച്ച് എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല. എന്തുകൊണ്ട്? അപ്പോൾ എനിക്ക് ഈ കുട്ടികൾ അന്യരാ. നിങ്ങൾ എൻ്റെ കൂടെ അല്ല. എണീറ്റിട്ട് തല്ലോടെ ഓരോരുത്തരും പേരടിക്കാൻ. അവനവൻ്റെത് എന്ന് പറഞ്ഞാൽ ആഴത്തിൽ ചെയ്യുമ്പോഴേ അവനവൻ്റെതാവുള്ളൂ. ഈ സ്നേഹമാണ് അള്ളാഹുവിന് മുഅ്മിനീങ്ങളോടുള്ളത്. ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? ഒരിക്കലും അള്ളാഹു വൃത്തിയാക്കൂല. ഇനി ചിലപ്പോൾ കുട്ടികളെ നമ്മളോട് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ അത് വാങ്ങിക്കൊടുത്തോളന്നില്ല. അങ്ങനത്തെ ഒരു ഘട്ടം വരും. കാരണം 130 കുട്ടികൾ നിൽക്കണം. അവർക്ക് എല്ലാവർക്കും നല്ല വലിയ എന്താ പറയുക, എന്താ ഐസ്ക്രീമിൻ്റെ പേര് പറയാം? വലിയ ഐസ്ക്രീമിൻ്റെ പേര് പറയാനാ ഫോണൊക്കെയുള്ള ഐസ്ക്രീമില്ലേ? ആർക്കറിയണത്? അതാണ്, അതെനിക്കും അറിയും. ഞാൻ അതിനേക്കാൾ വലിയ ഉണ്ടോന്ന് എത്തിട്ടാ ചോദിച്ചു. അതന്നെ ചോക്കോബാർ വേണം. കുട്ടികൾക്കും ചോക്കോബാർ വാങ്ങി കൊടുക്കാനുള്ള ഇതൊന്നും എനിക്കില്ല. അപ്പം ഞാൻ ഉണ്ടാക്കിയടാ പോയി കളിച്ചോളുന്ന. എന്തുകൊണ്ട്? അപ്പോൾ അവരെ എനിക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ എനിക്കത് അവിടെ കൊടുക്കാനുള്ള മസ്ലഹത്തില്ല. പിന്നെ ഞാൻ എന്തും ചെയ്യും. സൗകര്യത്തിന് പിറ്റേന്ന് കുട്ടികളെ പരിയിൽ നിൽക്കുമ്പോൾ വണ്ടി കയറിക്കോളി, ആർക്ക് ഐസ്ക്രീം ഉണ്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇന്നലെ സ്നേഹല്ലേ ഉണ്ട്, കൊടുക്കാനുള്ള മസ്ലഹത്ത് അവിടെ ഇല്ല. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ? ഇതാണ് ആരും നമ്മൾ ബന്ധം. അള്ളാഹുവിന് അവൻ്റെ ഇഷ്ടദാസന്മാരാണ് റഹ്മാനാണ് നമ്മൾ. ഒരിക്കലും പറഞ്ഞത് വെറുതെ ആക്കൂല. നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുമായുള്ള ബന്ധം ശക്തമായിരിക്കണം. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിന് നമ്മെ വായിക്കണം, നമ്മിൽ നിന്ന് അള്ളാഹുവിനെ വായിക്കരുത്. ഇപ്പം നമ്മൾ വായിക്കണം വായന. നമ്മളെ രോഗം ഉണ്ടായിട്ട് അള്ളാഹ് മാറ്റി തന്നില്ലാണ്. നമ്മളെ കച്ചവടം ഇത്രയും കാലം പറഞ്ഞ അള്ളാഹ് ശരിയാക്കി തന്നില്ലാണ്. നമ്മൾ ഇത്രയും കാലം ചില കാര്യങ്ങൾ ഗൾഫ് പോകണം എന്നിട്ട് ഗൾഫിൽ എച്ചുന്നില്ലെന്നാണ്. നമ്മളെ ഹജ്ജിന് പറഞ്ഞിട്ട് അള്ളാഹു തആല ഹജ്ജിന് എത്തിച്ചില്ല എന്നാണ്. അതിന് വായിക്കണ്ട, തിരിച്ചു വായിക്ക്. നിനക്കതിൻ്റെ സമയം ആയിട്ടില്ല. നിനക്കതിൻ്റെ സമയം ആയിട്ടില്ല. അമ്മ പറഞ്ഞേ കുഞ്ഞുമാനെ കൊണ്ട് നമുക്ക് പെണ്ണടിച്ചു കൊടുക്കണ്ടേ? അപ്പൊ അമർത്തി നോക്കി, ഒന്നും വേണ്ടിയില്ല. മദ്രസിലെ മൂല്യരും പറഞ്ഞേ, പള്ളിക്കലെ മൂല്യരും പറഞ്ഞേ, അല്ല അജിയരെ കുഞ്ഞുമാനെ കൊണ്ട് നമുക്ക് പെണ്ണടിച്ചു കൊടുക്കണ്ടേ? പള്ളിക്കലെ മൂല്യരായതുകൊണ്ട് ഒന്നും വേണ്ടിയില്ല. തിരിച്ചു വന്നപ്പോൾ മൊല്ലാക്കിയും പറഞ്ഞല്ല മൂല്യരിങ്ങളോട് കുഞ്ഞുമാൻ്റെ കല്യാണത്തിൻ്റെ കാര്യം. അപ്പോൾ മൊല്ലാക്കാൻ നന്നാക്കിയെന്ന് ദയിപ്പിക്കണം. ഓട്ടം നോക്കിയിട്ട് പറയും, ഓൻ എന്നാണ് കെട്ടിച്ചു കൊടുക്കേണ്ടത് ഓൻ്റെ വാപ്പയായ എനിക്കറിയാം. അതിൻ്റെ നിങ്ങൾ പറയുന്നത് കെട്ടിച്ചു കൊടുത്താൽ അപ്പം എണ്ണ കുടുങ്ങിയെന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. അവൻ്റെ വാപ്പാക്കും അവൻ്റെ മസ്ലഹത്തറിയും. മൂല്യർക്കറിയില്ല. തള്ളക്കുറെ തള്ളക്ക് ഞാക്ക് സത്യം ആക്കലും മൊതീനി. അപ്പുറത്തൊക്കെ പുതിയണ്ണുകൾ വന്ന കല്യാണ പന്തൽ നടക്കുമ്പോൾ ഇവിടെ ഒരു പുതിയണ്ണ് വന്നാൽ തിരക്കടില്ല എന്നാണ് മുപ്പത്തിയർക്ക് അന്ന് നല്ല കാതിര ചുറ്റും തുണിൻ്റെ കോന്താല ഒന്ന് കുറച്ചൊക്കെ നീട്ടിയിട്ട് പുറത്തൊക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് ആ വലിയ വെള്ളക്കാച്ചി തുണിയൊക്കെ എടുത്തിട്ട് പെണ്ണുങ്ങളെ മുന്നിൽ ഇങ്ങനെ മൈലാഞ്ചി കല്യാണത്തിന് വിലസം എന്നാണ് മൂപ്പത്തിയര് മനസ്സിലുള്ളത്. അല്ലാതെ ഈ പെണ്ണിനെ പോറ്റാൻ മാത്രം കുഞ്ഞുമാന് കഴിവുണ്ടോ എന്ന് ആലോചിക്കാനുള്ള ബുദ്ധിയൊന്നും ആർക്കില്ല. ഓക്കില്ല.
അതുകൊണ്ടാണ് ദയിപ്പിക്കുന്ന നോട്ടം നോക്കിയത്. പിന്നെ മൊല്ലാക്കാൻ എന്ന് പറഞ്ഞാൽ ആർക്കും നോക്കാൻ പറ്റിയ സാധനം ആയതുകൊണ്ടാണ് മൊല്ലാക്കാനോട് കാര്യം പറഞ്ഞത്. പിന്നെ നിങ്ങൾ അതിന് എൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിന് എന്നോട് തൈര് പറയണ്ട, കുഞ്ഞിമാനെ പെണ്ണടിച്ചു കൊടുക്കണം എന്നാന്ന് എനിക്കറിയും. മനസ്സിലായോ? ഇതന്നെ റബ്ബ്. നമ്മുടെ മസ്ലഹത്ത് അറിയുന്നവൻ ആരാണ്? റബ്ബാണ്. നമുക്ക് ചോദിച്ചേ കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത്. എന്തുകൊണ്ട്? നമ്മുടെ സമയം ആയിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തെന്നുണ്ട്, ചില കാര്യങ്ങൾ കൊല്ലക്കണക്കിന് പറഞ്ഞിട്ടും ചെയ്തു തരാത്തതുകൊണ്ട്. ഇന്നലെ രാത്രി ഞാൻ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചെയ്തു തന്നിട്ടില്ല. ഇന്ന് ചെയ്തു തരുന്നൊന്നും എനിക്ക് ഉറപ്പില്ല, നാളെയോ ഉണ്ട്. പണി ഞാൻ എടുത്തുകൊണ്ടേ. എന്തുകൊണ്ട്? എൻ്റെ മസ്ലഹത്തതാണ്, എൻ്റെ മസ്ലഹത്തതാണ്. പക്ഷേ എൻ്റെ പുര വിറ്റിട്ടെങ്കിലും എൻ്റെ കടം വിടണം എന്ന് പറഞ്ഞാൽ അതല്ല ഉദ്ദേശിക്കണില്ല. അള്ള മസ്ലഹത്ത് ഉദ്ദേശിച്ചു. ആ പോരെ ഞാൻ ജീവൻ പോയാലും ആ കുട്ടിയൊക്കെ വർക്കുള്ളതാണ്. കേട്ടോ, കടത്തിന് അള്ളാഹു തആല മരിക്കണ മുമ്പ് ഒരു തീരുമാനം ഉണ്ടാക്കി തരും. അതൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാവും. ഇനി തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു കടം വാങ്ങിയവർ ഈ മരിച്ചു എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടാൻ അള്ളാഹു കൽബിലിട്ട് കൊടുക്കും. കടലാസിൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല. മസ്ലഹത്ത് അറിയുന്നവൻ ആരാണ്? അള്ളാഹുവിൽ വിശ്വസിക്കുക. ഇലാ ഹദറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.